സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ കർത്താവ് നമുക്കായി തന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അമികാലയിൽ വേഗം വന്ന് നമ്മളെ ചേർത്തുകൊള്ളാന്ന് പറഞ്ഞ കർത്താവ് യേശുവചന നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ ദൈവനാമത്തിൽ അറിയിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഇന്ന് പകല് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ കിടക്കുന്ന ദൈവത്തിന്റെ ദൂതുകൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എല്ലാം ദൈവമേ വൺ ബൈ ആയി കർത്താവിന്റെ വരവ് വരുന്ന മുമ്പേ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ പ്രാപിക്കണം. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത് ആമികാലിൽ ഭൂമി മാറും, ആകാശം മാറും, എല്ലാം മാറും, പക്ഷെ ദൈവത്തിന്റെ വാക്കുകളൊന്നും മാറത്തില്ല. ദൈവം പറഞ്ഞതൊന്നും മാറത്തില്ല. എങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞ ദൂത് ഒരിക്കലും അവൻ നിവർത്തിയാവാതിരിക്കത്തില്ല. ദൂതും പ്രവചനങ്ങളെല്ലാം നിവർത്തിയാവും. പ്രവചനം ദൂതും എല്ലാം ആമികാലിൽ തന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ആ ദൂത് പ്രവചനങ്ങൾ പറഞ്ഞു പോവുകയല്ല, അത് നമ്മുടെ ജീവിതത്തിനകത്ത് അവൻ അനുഭവിക്കുവാൻ തരുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നത്. അത് അനുഭവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനകത്ത് നിശ്ചയമായി ആ പ്രവചനങ്ങളെ അനുഭവിക്കുവാനും അനുഗ്രഹത്തിലേക്ക് വരുവാനും ആര് സഹായിക്കും? കർത്താവ് നമ്മളെ സഹായിക്കും. കഴിഞ്ഞ ആഴ്ചകൾ വായിച്ച വചനത്തിനകത്ത് വരാം. സ്തോത്രമാലയ ദൈവത്തിന്റെ നമ്മൾ വായിച്ചു. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൽ തുടങ്ങിയ വിഷയമായിരുന്നു സർപ്പസന്തതികളെ. എന്തിനാണ് അവരെ സർപ്പസന്തതികൾ എന്ന് വിളിച്ചത്? ശത്രുക്കരും അമികാലനെ സ്തോത്രം ശാസ്ത്രിമാരും പണ്ഡിതന്മാരും മഹാപുരോഹിതന്മാരെ നോക്കിയിട്ട് യോഹന്നാൻ സ്നാപകൻ വിളിക്കുക. അവർ സ്നാനപ്പെടുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ അവരെ നോക്കി വിളിച്ചു പറയുക, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കുവാൻ നിങ്ങളെ ആരും പഠിപ്പിച്ചു? സ്തോത്രം. അവരെ നോക്കി വിളിച്ചു പറയുക. അവരെ എന്തിനാണ് സർപ്പസന്തതി എന്ന് വിളിച്ചത്? അവരെ എന്തുകൊണ്ടാണ് അവർ സർപ്പസന്തതി എന്നുള്ള പേരിനകത്ത് അവർ വന്നത്? കാരണം ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ വേണ്ടി മാത്രമല്ല, ദൈവവചനം അല്ലെങ്കിൽ പറയുവാൻ വേണ്ടി മാത്രമല്ല, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ജീവിക്കുവാൻ വേണ്ടതുള്ളതാണ്. ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുന്നവരെ വേണ്ടി മാത്രമുള്ളതാണ് തിരുവചനം. അത് മനസ്സിലാക്കി തരുക. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചു വരുവാണ്. ആരെ പിതാവെന്ന് വിളിക്കണം? സ്തോത്രം. ഈ ഭൂമിയിൽ നമുക്ക് സ്വർഗത്തിൽ നമുക്ക് ഒറ്റ പിതാവേ ഉള്ളൂ. ആരാ? സ്വർഗീയ പിതാവ്. ഭൂമി നമുക്ക് സ്തോത്രം അല്ലെങ്കിൽ ഒരു പിതാവും മാതാവും നമുക്കുണ്ട്. പിതാവും മാതാവും ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ജനിച്ച് വന്നത്. അവരെ അപ്പ എന്ന് വിളിക്കുന്നു, പിതാവ് എന്ന് വിളിക്കുന്നു. പക്ഷേ ഈ ലോകത്തിൽ സർവ്വലോകത്തെ ഉണ്ടാക്കിയ സകല വിഷയത്തിനകത്തും പരിഹാരം നൽകുവാൻ, സകല വിഷയത്തിനകത്ത് വിടുതൽ നൽകുവാൻ, സകല പാപത്തെ കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിച്ച് സ്വർഗ പദവിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒറ്റ പിതാവേ ഉള്ളൂ. അത് നസറനായ യേശുവ. അതാണ് യഥാർത്ഥ പിതാവ്. ലോകത്തിൽ അപ്പടി പറയാ സ്തോത്രം, എന്റെ അപ്പനെ നീ പിതാവെന്ന് വിളിക്കാൻ പാടില്ല. അവരെ പിതാവെന്ന് വിളിക്കാം. ലോകത്തിലെ പിതാവ്. പക്ഷേ ലോകത്തിൽ സ്വർഗത്തിലും ഒരു പിതാവേ ഉള്ളൂ. ആരാ? അത് സ്വർഗത്തിലെ കർത്താവ്. ആ ലോകത്തിലുള്ള എന്റെ പിതാവിന്റെ പിതാവ് ആരാ? സ്വർഗത്തിലെ കർത്താവ്. ആ ഭവനത്തിൽ ഞാൻ ജനിക്കാൻ കാരണമായതാരാ? എന്റെ സ്വർഗത്തിലെ പിതാവ്. പിതാവ് എന്നെ അവിടെ ജനിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ അവിടെ ജനിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ ഒരു ബാബുദമ്മയുടെ പേര് ചൊല്ലി വിളിച്ചെന്ന് പറയുമ്പോൾ അമ്മയാതെ ആ പിതാവും മാതാവും അവിടെ ഉണ്ടാകുന്ന മുമ്പേ എന്നെ ആരും വിളിച്ചതാ? എന്റെ കർത്താവ് എന്നെ വിളിച്ചതാ. ആ ഭവനത്തിനകത്ത് ഞാൻ ഉരുവാക്കിയത് ദൈവമാണെങ്കിൽ എന്റെ മെയിൻ പിതാവ് ആരാ? സ്വർഗത്തിലെ കർത്താവ്. അപ്പോഴേ ആരോടാ നീതി ഉണ്ടാവേണ്ടത്? ദൈവത്തോട്. ലോകത്തിലെ പിതാവിനോടും മാതാവിനോടല്ല നീതി വേണ്ടത്. നീതി ആരോടാ വേണ്ടത്? ദൈവത്തോട്. ദൈവത്തോട് നീതി ഉണ്ടെങ്കിൽ ലോകത്തോട് നീതി ഉണ്ടാവും. ലോക മനുഷ്യനോട് നീതി ഉണ്ടാവും. സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹം ഉണ്ടാവും. അവരെയും നമ്മൾ കരുതും. കാര്യം അവിടെ എന്ത് വരത്തില്ല. നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്തകളെല്ലാം പക്ക ക്രിമിനൽ വാർത്തകളാണ്, ഞെട്ടിപ്പോകുന്ന വാർത്തകളാണ്. നിസ്സാര കേസിന്, നിസ്സാര വിഷയത്തിന് വേണ്ടിയാ ഇത്രയും ക്രിമിനൽ മൈൻഡ് ഉണ്ടോ മനുഷ്യന്? മൃഗത്തിന് പോലും ഇല്ലാത്ത ക്രിമിനൽ സ്വഭാവമായിട്ട് മനുഷ്യനുണ്ടാകും. അത് കാര്യം ദൈവസ്നേഹം അവന്റെ ഉള്ളത്തില്ലാത്തതുകൊണ്ടാണ്. ദൈവസ്നേഹം അവന്റെ ദൈവത്തിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ എന്താവത്തില്ല, ഈ ക്രിമിനൽ മൈൻഡിലേക്ക് വരത്തില്ല. അവന് മാറ്റം ഉണ്ടാവും. അപ്പോൾ ദൈവസ്നേഹം ഒരുവന്റെ മേൽ വെളിപ്പെടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിന്റെ വചനം പറഞ്ഞത്, സ്വർഗത്തിലെ ദൈവത്തിനോട് നീതിയുള്ളവന് ഭൂമിയോട് നീതി ഉണ്ടാവും, മനുഷ്യനോട് നീതി ഉണ്ടാവും. ദൈവം ഉണ്ടാക്കിയ മനുഷ്യനോടും സ്നേഹവും ഉണ്ടാവും, കരുതലുണ്ടാവും. സ്തോത്രം. അപ്പോൾ ആദ്യം ആരുമായിട്ടാണ് എഗ്രിമെന്റ് വേണ്ടത്? ദൈവമായിട്ടാണ്. സ്തോത്രം. ദൈവമായിട്ട് ബന്ധമുള്ളവന് ആരുമായിട്ട് ബന്ധമുണ്ട്?
മനുഷ്യനുമായിട്ട് ബന്ധമുണ്ടാവും. ദൈവം സൃഷ്ടിച്ച സകലതിനോടും ബന്ധമുണ്ടാവും. സ്തോത്രം. ഇന്ന് പകല് ഞാൻ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയാം, ദൈവത്തോട് നീതി ഉണ്ടാവണം. നമ്മൾ വിശ്വസിക്കേണ്ടത് ആരെയാണ്? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർത്തു, സ്തോത്രം, ഏറ്റവും കൂടുതൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിഷയങ്ങളെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ്, അല്ലേ? സുഹൃത്തുക്കളാണ്. നമ്മൾ ചില വിഷയങ്ങൾ, ചില ഭാര്യയോടോ ഭർത്താവിനോട് പറയാത്ത കാര്യങ്ങൾ പോലും, അപ്പനോടോ അമ്മയോടോ പറയാത്ത കാര്യങ്ങൾ പോലും, സഹോദരങ്ങളോട് പറയാത്ത കാര്യങ്ങൾ പോലും ആരോട് പറയും? അടുത്ത സുഹൃത്തിനോട് പറയും. എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കളുണ്ട്. അവരുടെ ചില കാര്യങ്ങൾ വന്ന് അവർ തുറന്ന് എന്നോട് പറയും. അവർക്കറിയാം എന്നിൽ നിന്ന് പോകത്തില്ലെന്ന് അറിയാമെന്നുള്ള ഉറപ്പാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഒരിക്കലും നമ്മൾ സുഹൃത്തിനോടല്ല പറയുന്നത്, ഭാര്യയോടല്ല പറയണത്, ഭർത്താവിനോടല്ല പറയണത്, മക്കളോടല്ല പറയണത്. ആരോടാ പറയണ്ടത്? കർത്താവിനോട്. സ്തോത്രം, കർത്താവിനോട്. എന്റെ ഒരു പോളിസി ഞാൻ പറയാം. ഞാൻ ആദ്യമല്ല എന്ത് തെറ്റ് കണ്ടാലും സ്തോത്രമാല ദൈവമക്കളെ പൊതുവേ കിടന്ന് പറയും, അയ്യോ അത് ചെയ്യല്ലെന്ന് പറയും. സ്തോത്രം. അങ്ങനെ കൂടുതൽ ചെയ്യല്ലെന്ന് പറഞ്ഞപ്പോൾ കുറെ പേരെ പോയി. സ്തോത്രം. കാര്യം എന്തുവാ? അവർക്ക് മാറാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവരുടെ അടുത്ത് അവരുടെ പാവങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ, അവരുടെ തെറ്റുകളെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവർ നോക്കിയപ്പോൾ അവർക്ക് ലോകപരമായി ജീവിക്കണം, അവർക്ക് കർത്താവും വേണം, ലോകപരമായി ജീവിക്കണം. അത് പറ്റത്തില്ലെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു? വിട്ടുപോയി. ഇപ്പൊ ഞാൻ അങ്ങനെ കൂടുതൽ ആരും നിർബന്ധിക്കാറില്ല. നമ്മൾ പറയും, ശക്തമായിട്ട് പറയും, കേട്ടെങ്കിൽ അനുസരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കും, അവർ കേട്ടാൽ അവർക്ക് കൊള്ളാം, അല്ലയോ? അവരനുസരിച്ച് അവരെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആർക്കാ കൊള്ളാമേ? അവരവർക്കാ കൊള്ളാമേ. ദൈവവചനം അവരെ പൂർണ്ണമായി ഏറ്റെടുത്ത് അവരനുസരിച്ച കൊള്ളാം. സ്തോത്രമാലില്ല. കൂടുതൽ പറയുക കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കൂടുതൽ പറയാതിരിക്കുക. നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വട്ടം പറയുക, പിന്നെ പ്രാർത്ഥിക്കുക, അല്ലെ വചനത്തിൽ കൂടെ സൂക്ഷിക്കുമ്പോൾ അത് വെളിപ്പെടുത്തി കൊടുക്കുക. അതും മനസ്സിലായില്ല എങ്കിൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യല്ലേ? വെളിപ്പെടുത്ത നിന്ന് കഴിഞ്ഞാൽ ശത്രുതയാവത്തേ. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവരെ മാത്രമേ ദൈവവചനത്തെ എന്ത് ചെയ്യാൻ പറ്റൂ? കീഴ്പ്പെടുവാൻ കഴിയുള്ളൂ. ദൈവവചനത്തെ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അവരെ സർപ്പസന്തതികൾ എന്ന് വിളിക്കുവാൻ കാരണം ഇവർക്ക് പറച്ചിൽ മാത്രമേ ഉള്ളൂ. എന്നില്ല, ദൈവത്തിന്റെ സതി കീഴ്പ്പെടാനില്ല, ഏറ്റെടുക്കാറില്ല. കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചൊരു ചോദ്യം. സ്തോത്രം. ഞാനൊരു കാര്യം ദൈവത്തോട് അതിന് ഉത്തരമായിട്ട് തന്നെ പറയുക. യഥാർത്ഥമായ പിതാവായ യേശുവിനെ യഥാർത്ഥമായി അറിഞ്ഞൊരു ദൈവമക്കൾ, യഥാർത്ഥമായി പിതാവായ യേശുവിനെ അറിഞ്ഞൊരു ദൈവപൈതലാണെങ്കിൽ അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് അറിഞ്ഞവൻ. നമുക്കറിയാം നമ്മളെ കുറിച്ചുള്ള പദ്ധതി എന്തുവാ? നമ്മുടെ അവകാശം എവിടാന്ന് അറിയാം. എവിടാ നമ്മളെ അവകാശം? എവിടാ? കുറച്ചു പറ. നിത്യത എന്ന് പറഞ്ഞ സ്വർഗത്തിൽ കർത്താവിനോടൊപ്പമാണ് നമ്മുടെ അവകാശം, അല്ലയോ? കർത്താവിനോട് മാറ്റി നിർത്തിയല്ല അവകാശം എന്ന് പറയുന്നത്. കർത്താവിനെ യഥാർത്ഥമായി അറിഞ്ഞ ദൈവപൈതലിന്റെ അവകാശം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്, നിത്യത. നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെ കേട്ടു? ബൈബിൾ നമ്മളെ പഠിപ്പിക്കും നിത്യതയുണ്ട്, അല്ലെ? നിത്യതയുണ്ട്. അപ്പോഴേ യഥാർത്ഥമായ നിത്യതയുള്ള ഒരു ദൈവപൈതൽ അവൻ ലോകത്തെ ആശ്രയിക്കുന്നില്ല, മനുഷ്യനെ ആശ്രയിക്കുന്നില്ല. അവൻ ആശ്രയിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തെ മാത്രമേ. ഏത് പ്രതികൂലത്തിന്റെ മധ്യേ, ഏത് പ്രതിസന്ധിയുടെ മധ്യേ നിന്നോടൊപ്പം ചാരിയിരുന്ന്, നിന്നോടൊപ്പം നീ ഏത് പ്രതിസന്ധിയുടെ മധ്യല, ഏത് പ്രതികൂലത്തിന്റെ മധ്യല അവിടെ ഇറങ്ങി വന്ന് നിന്നോടൊപ്പം ചാരി നിന്ന് നിന്റെ പ്രശ്നങ്ങളെ പരിഹരിച്ച് തീർത്ത് നിന്റെ അവസ്ഥകളെ മാറ്റി, നിന്റെ സ്ഥിതിഗതികളെ മാറ്റി, ആമികാലെ ശപിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥകൾ, നിന്ദിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥകൾ, അപമാനപ്പെട്ട് കിടക്കുന്ന അവസ്ഥകൾ, മുൻവിധിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥകൾ നിന്റെ കുടുംബത്തിനകത്തൂന്ന്, നിന്റെ ഭവനത്തിനകത്തൂന്ന്, നിന്റെ തലമുറയിൽ അത് എടുത്തു മാറ്റി കളയുന്ന ഒരു ദൈവത്തെ നീ ആരാധിക്കുന്നത് പകൽ തിരിച്ചറിഞ്ഞു. ആ യേശുവിനെ നീ ആരാധിക്കുന്നത്, ആ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തെ ലംഘിക്കുമ്പോൾ ദൈവം സമ്മതിക്കത്തില്ല.
ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ, ക്രിസ്തുവിനെ മനസ്സിലാക്കിയ ദൈവത്തിന് വേണ്ടി വേർപെട്ട് ജീവിക്കുന്ന ദൈവജനത്തെയാണ് പെന്തിക്കോസ്ത് എന്ന് പറഞ്ഞു വേർതിരിച്ചിരിക്കുന്നത്. മറ്റുള്ള കത്തോലിക്ക പള്ളി എന്ന് പറയാതെ, മർത്തോമ പള്ളി എന്ന് പറയാതെ, CSR പള്ളി എന്നൊന്നും പറയാതെ പെന്തിക്കോസ്തുകാരെന്ന് വിളിക്കുന്നത് അവരെയാണ്. അതല്ലാതെ പെന്തിക്കോസ്തുകാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ട് ലോകത്തിന്റെ അധികാര മോഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ലോക രാഷ്ട്രീയക്കാരന്റെ പിന്നാലെ പോയി എനിക്ക് സ്ഥാനം വേണമെന്ന് പറയുന്നവനെ അല്ല പെന്തിക്കോസ്ത് എന്ന് വിളിക്കുന്നത്. ഇന്നലെ എന്നോട് വെച്ച് കുറെ പെന്തിക്കോസ്തുകാർ പോയായിരുന്നു, സ്തോത്രം, സ്ഥാനം വേണമെന്ന് പറഞ്ഞ് പോയായിരുന്നു, അവർക്ക് ഇലക്ഷൻ നിൽക്കണമെന്ന് പറഞ്ഞ് പോയായിരുന്നു. സ്തോത്രം. അപ്പോൾ പെന്തിക്കോസ്തുകാര്, ഞാൻ അതൊന്നും അല്ല പെന്തിക്കോസ്ത്. പെന്തിക്കോസ്ത് എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായി ഇറങ്ങി തിരിച്ച് ക്രിസ്തുവിന് വില കൊടുത്തിട്ട് സ്വർഗരാജ്യം എന്തെന്ന് വില കൊടുക്കുന്ന, നിത്യതയ്ക്ക് വേണ്ടി ഓടുന്ന, ഈ ലോകത്തിൽ നിത്യതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് എനിക്ക് നിത്യത പ്രാപിക്കണം, ഞാൻ നിത്യതയുടെ അവകാശി എന്ന് പറഞ്ഞ് ഓടുന്നവന്റെ പേരാ പെന്തിക്കോസ്ത് എന്ന്. അല്ലാതെ പോകുന്നവന്റെ പേരല്ല പെന്തിക്കോസ്ത്. അത് DPA-കാരനായാലും IPSC-കാരനായാലും ഷാരോൺകാരനായാലും ഇൻഡിപെൻഡന്റുകാരനായാലും ഓർത്തഡോക്സുകാരനായാലും ആര് പോകുന്നു അവന്റെ പേരല്ല പെന്തിക്കോസ്ത്. ജീവിക്കുന്നവന്റെ പേരാ പെന്തിക്കോസ്ത്. 120 പേര് മർക്കോസിന്റെ മാളികൾ ഉണ്ടായി. ദൈവത്തിന് വേണ്ടി വേർതിരിച്ചു. അവരെ മരണം മുഖാമുഖം വന്നു. അവരെ ഭയപ്പെടാതെ ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടി. 120 പേര് നിന്ന് ഉണ്ടായതാണ് പെന്തിക്കോസ്ത് സഭ. ആ പെന്തിക്കോസ്ത് സഭയുടെ അംഗമാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ പെന്തിക്കോസ്ത് എന്ന് പറഞ്ഞ് കുറെ ടീമുകൾ പോയെന്ന് പറഞ്ഞ് ബാക്കിയുള്ള പെന്തിക്കോസ്തുകാരൊന്നും അതിനകത്ത് എന്ത് ചെയ്യത്തില്ല, ഉൾപ്പെടത്തില്ല. അവന് മന്ത്രിയാവണ്ട, അവന് MLA ആവണ്ട, അവന് മന്ത്രിയുടെ സപ്പോർട്ടും വേണ്ട, MLA-യുടെ സപ്പോർട്ടും വേണ്ട, സ്തോത്രമാല വെള്ളക്കൊടിയുടെ സപ്പോർട്ടും വേണ്ട, പച്ചക്കൊടിയുടെ സപ്പോർട്ടും വേണ്ട, കുങ്കുമത്തൊടിയുടെ സപ്പോർട്ടും വേണ്ട, ചുമന്ന കൊടിയുടെ സപ്പോർട്ടും വേണ്ട. അവനൊറ്റ കൊടിയേ ഉള്ളൂ, യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു കൊടിയേ ഉള്ളൂ. സ്തോത്രം. അത് തിരിച്ചറിഞ്ഞ ദൈവമക്കളൊന്നും ഇതിന്റെ ഒന്നും പിന്നാലെ പോകത്തില്ല, ഇതിനെയൊന്നും ആശ്രയിക്കുന്നില്ല. ഞാൻ ഉറപ്പായിട്ട് വിളിച്ചു പറയാം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, സ്തോത്രമാല്ലേ കുറെ പെന്തിക്കോസ്ത് അലങ്കാരികൾ പോയെന്ന് പറഞ്ഞ് എല്ലാവരും പോകും. ഞാൻ ഒരു കാര്യം പറയാം ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. ദൈവവചനത്തിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വിരുന്നു വീടുകളിൽ പോകുന്നതിനെ കാട്ടി ഇമ്പോർട്ടന്റ് വിലാപ വീട്ടിൽ പോകാനായിരിക്കണം കാണിക്കണം എന്ന് പറഞ്ഞാൽ എന്തോ വിലാപ വീട്ടിൽ പോകുന്നെന്ന് പറയുന്നതിന്റെ കാര്യം എന്തോ? മരണം സങ്കടപ്പെട്ട് കിടക്കുന്ന ഭവനത്തിനകത്ത് പോകുന്നതിലായിരിക്കണം നിങ്ങൾ താല്പര്യം കാണിക്കുന്നത്. ദൈവമക്കളെ കുറിച്ച് പറയുമോ? വിലാപ വീട്ടിൽ പോകുന്ന അടുത്തായിരിക്കണം നിങ്ങളെ താല്പര്യം, പോകാൻ താല്പര്യം. പക്ഷെ വിരുന്ന് വീട്ടിൽ പോവാൻ നിങ്ങൾ താല്പര്യപ്പെടണ്ട. വിരുന്ന് വീട്ടിൽ ക്ഷണിക്കപ്പെട്ടാതാ പോകുന്നത്, വിലാപ വീട്ടിൽ ക്ഷണിക്കപ്പെടാതാ പോകും. അതെ, ക്ഷണിപ്പിക്കപ്പെടാതെ ആരും നമ്മളെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ നമ്മൾ പോകും. ഇന്ന് അങ്ങനെ വിലാപ വീടുണ്ടോ? എനിക്കറിയത്തില്ല. ഞാൻ ചില വിലാപ വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് കല്യാണ വീടാണോ എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ പിന്നെ തിരിഞ്ഞു പോകും, ഇത് കല്യാണ വീട് തന്നെ ആണോ, വിലാപ വീടാണോ? വിലാപത്തിൽ എന്തുണ്ടാവും? സങ്കടങ്ങളുണ്ടാവും. ഇത് പോയത് ഉപകാരം എന്നുള്ള രീതിയിലായിരിക്കുന്നത്. വിലാപ വീടാണോ? അവിടെ കാണിക്കുന്ന അതിൽ കോനാബീച്ചകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അയ്യോ എന്റെ ദൈവമേ നെഞ്ചത്ത് കൈ വെച്ചു, ഇത് വിലാപ വീട് തന്നെ ആണോ? സ്തോത്രം. ഹല്ലേലൂയ. ഒരിടയ്ക്കൂടെ എന്തുവാ പറയേണ്ടതെന്ന് അറിയാത്ത കുറെ രാഷ്ട്രീയക്കാരൻ ഇറങ്ങിയിട്ട് പോകുന്നു. ഒരിടയ്ക്കൂടെ കുറെ പാസ്റ്റർമാർ ഇറങ്ങിയിട്ട് യോ ഈ അമ്മാമയെന്ന് പ്രാർത്ഥിക്കുന്ന അമ്മാമയെ, ആ പ്രാർത്ഥന എന്തെന്ന് അറിയുന്ന പാസ്റ്റേ, നിനക്ക് അറിയത്തില്ലേ പ്രാർത്ഥനയുടെ വില എന്തുവന്നു? പ്രാർത്ഥന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് അറിയാത്തോണ്ടാ, നിത്യത എന്തെന്ന് അറിയാത്തതിന്റെ കൊണ്ടാ. സ്തോത്രം. മന്ത്രി വരണം, MLA വരണം എന്ന് പറഞ്ഞിട്ടാ ചെന്ന് പറയുന്നത് നിത്യതയെ നമുക്ക് കാണാം. നിത്യത അറിയുന്നവർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഈ ലോകത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അധികാരത്തിന്റെ പിന്നാലെ പോകത്തില്ല. രാഷ്ട്രീയ നേതാക്കന്മാരെ സാറേന്നും വിളിച്ചിട്ട് അവന്മാരെ വേണമെന്ന് വിളിച്ചങ്ങ് പൊക്കാൻ നിൽക്കത്തില്ല. അവന്റെ ഒന്ന് കാലു പിടിക്കാൻ നിൽക്കത്തില്ല. സ്തോത്രം. അവൻ ഒരു തീരുമാനമേ ഉള്ളൂ, അവൻ ഒറ്റ യജമാനേ ഉള്ളൂ, അവൻ ഒരു അപ്പനേ ഉള്ളൂ, അത് നസറേനായ യേശുവാ. സ്തോത്രം. ഇതെല്ലാം പോകുന്നതിന്റെ കാര്യം എന്തുവാ? നീ രണ്ടിലും അല്ല, അവിടെ അല്ല, ഇവിടെ ഇല്ല. എന്നിട്ട് പറയുന്ന ഇത് പ്രാർത്ഥിക്കുന്ന അമ്മാമയാ, ഇത് പ്രാർത്ഥിക്കുന്ന അച്ഛനാ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കുഞ്ഞുകളിക്കുള്ള സാധനമാണോ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്ന സാധനമാ. ആരുമത്തോളം
പ്രാർത്ഥന? നസറേനായ യേശുവായിട്ടുള്ള ബന്ധമായ പ്രാർത്ഥന, യേശുവായിട്ടുള്ള ബന്ധം കൂട്ടുന്ന പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിസ്സാരമുള്ള കാര്യമല്ല, പ്രാർത്ഥന വിലയുള്ള സാധനം. അപ്പോഴെങ്ങോട്ട് വന്നിട്ട് ഒരു പ്രാർത്ഥിക്കാത്ത, ലോകത്ത് സാക്ഷിയില്ലാത്ത അമ്മാമ്മയെ നോക്കിയിട്ട് അച്ഛനെ നോക്കിയിട്ട് അയ്യോ ഇത് പ്രാർത്ഥിക്കുന്നവരാ എന്ന് പറയുന്നെങ്കിൽ നീ ആ ഏറ്റവും വലിയ കള്ളൻ. സ്തോത്രം. യേശുവിനോടൊപ്പം ഒറ്റൊരു കള്ളനെ ഉള്ളവർ ആരാ? യൂദ. നിന്റെ പേര് പാസ്റ്ററല്ല, യൂദ പാസ്റ്റർ എന്ന് വിളിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നീ എത്ര വലിയ സെൻട്രൽ പാസ്റ്റർ ആയാലും, നീ എത്ര ലോക്കൽ പാസ്റ്റർ ആയാലും, നീ യൂദയാണ്. നീ അനുശോചന പറയാൻ വന്നിട്ട് യൂദയാണ് നീ. നീ അതൊന്നും അല്ലടാ ചെയ്യേണ്ടത്. നീ ഇറങ്ങി നിന്നിട്ട് അങ്ങോട്ട് രണ്ട് വചനം പറഞ്ഞിട്ട് പോയി ദൈവം അനുഗ്രഹിക്കും. നിനക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അറിയാതെ കർത്താവ് ജീവിക്കുന്നു, ദൈവവചനം പറയുന്നു, ജീവിക്കുന്നവന് നിത്യതയുണ്ട്. ഇത്രയും പറ, ഇത്രയും പറഞ്ഞാൽ മതി. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടത്തില്ല? എന്ത് കിട്ടത്തില്ല? ചില്ലറ കിട്ടത്തില്ല. അപ്പോഴൊക്കെ പേരെന്തുവാ? ചില്ലറയുടെ പുറകെ പോയി ആരാ? യേശുവിന്റെ കൂടെ ചില്ലറയുടെ പുറകെ പോയി ആരാ? യേശുവിന്റെ അത്ഭുത ശുശ്രൂഷ ചെയ്തവനാ, കൃപാവരമുള്ളവനാ, പ്രവചിച്ചവനാ, രോഗസൗഖ്യം ചെയ്തവനാ, അത്ഭുതങ്ങള് ദൈവത്തിന്റെ നാമം അറിയിച്ചവനാ. ചില്ലറയുടെ പുറകെ പോയി. അവരുടെ പേരെന്തുവാ? യൂദാസ്. സ്തോത്രം. ആ യൂദാസ് ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സ്തോത്രമാല ഞാനിപ്പോ മരണ വീട്ടിൽ അങ്ങനെ പോകാറ്. കാര്യം എന്തുവാ? ബൊമ്മാറ ഈ ചടങ്ങും പരിപാടിയും കണ്ട് ഞാൻ മടുത്തു. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മരണത്തിന് പോയി. സ്തോത്രമാലിയ ഒരു ഹിന്ദുസ് മരണമായിരുന്നു. ഒരു പ്രിയ പൈതല് ആക്സിഡന്റ് മരിച്ചതാണ്. ഞാൻ അവിടെ ചെന്നു. അവിടെ കണ്ട വിലാപം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു പാവപ്പെട്ട കുടുംബം ട്രെയിനിന് വീണ് മരിച്ചതാണ്. എനിക്ക് അവിടെ ചെന്നപ്പോൾ എന്തുവാ, ഞാൻ പോലും കരഞ്ഞു പോയി. കാരണം ആ രീതിയിലുള്ള വിലാപം ഞാനപ്പോൾ ഓർത്ത്, ബൈബിൾ പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴും ഓർത്തു വിലാപ വീട്. അത് കഴിഞ്ഞപ്പോൾ പെന്തിക്കോസ്തുകാരുടെ മരണം അതിന്റെ പിറ്റേന്ന് നടക്കുന്നു. അതിനകത്ത് നോക്കിയപ്പോൾ ഉത്സവമാണ്. സ്തോത്രം. അപ്പൊ ഇപ്പൊ വിലാപ വീട് ഏതാ, കല്യാണ വീട് ഏതാ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായി. ദൈവ പൈതലെ, നീ ചെന്ന് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ദൈവമക്കളുടെ വാക്കുകൾ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് വിലപ്പെട്ട മുത്തിനെ കൊണ്ട് പന്നിക്കൂട്ടത്തിൽ കളയരുത്. നമ്മൾ ആരാ? ദൈവത്തിന്റെ വിലപ്പെട്ടതാ. നമ്മളെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും വിലപ്പെട്ടതാ. ആര് കേൾക്കും? ഞാൻ ഒരു കാര്യം പറഞ്ഞ ദൈവമക്കളെ, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ പൈതലായി കഴിഞ്ഞാൽ നീ സംസാരിക്കുന്ന ഓരോ വാക്കും ആര് കേൾക്കും? യേശുവിനെ കേൾക്കും. ഇന്ന് ഫോണിൽ കൂടെ വല്ല നുണയടി ഉണ്ടെങ്കിൽ നിർത്തിക്കോണേ. ഇന്ന് ഫോണിൽ കൂടെ മറ്റുള്ളവനെ കുറ്റം പറയുന്നവരുടെ ഈ പരിപാടി നിർത്തിക്കോണേ. മറ്റുള്ളവന്റെ നന്മയ്ക്കെതിരെ നീ എന്തെങ്കിലും സംസാരിക്കുന്നത് നിർത്തിക്കോണേ. ആ പരിപാടി നിർത്തിക്കോണേ. നീ ഫോൺ ചെയ്താലും നിന്റെ മനസ്സിൽ ചിന്തിച്ചാൽ പോലും ആര് കേൾക്കും? കർത്താവ് കേൾക്കും. കാര്യം എന്തുവാ? നീ ആർക്കുള്ള സ്വത്താ? ദൈവത്തിനുള്ള സ്വത്താ. നിന്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും വിലപ്പെട്ടതാ. ആർക്ക്? അതറിയാത്തതുകൊണ്ട് വിടുതൽ കിട്ടാത്ത നമുക്ക്. ചില വിഷയത്തിനകത്ത് വിടുതൽ കിട്ടാത്തതിന്റെ കാര്യം എന്തുവാ? എന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും വിലപ്പെട്ടതാണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാ ഇന്ന് പകലറിഞ്ഞോ, നമ്മൾ വിലപ്പെട്ടത് ആർക്ക്? യേശു ക്രിസ്തുവിന് വിലപ്പെട്ടവരാ. യേശു കർത്താവിന് വിലപ്പെട്ടവരാ. നമ്മളെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും സ്വർഗത്തിലെ ദൈവം ശ്രദ്ധയോട് കേൾക്കും. യേശു പറഞ്ഞാൽ എനിക്ക് വിടുതൽ തന്നെ പറ്റും. ശരി, അവനെ സൗഖ്യമാക്കും, അവന് സമാധാനം കൊടുക്കും. ഇതിന്റെ അപ്പുറത്ത് ഒരാളിരിക്കും. എന്തുവാ? ഇതെല്ലാം കേട്ട് വേറൊരാളിരിക്കും. എനിക്കൊന്ന് വീടിനകത്ത് ഇപ്പൊ മൊത്തം അതാണ്. യേശുവിന്റെ കട്ടളപ്പുറത്ത് രക്തം പൂശിയ വീടാ. പക്ഷെ അതിനകത്ത് ഇരിക്കുന്ന മൊത്തം ആരാ? എങ്ങനെ വന്നതാ? വിളിക്കപ്പെട്ടാത്ത അതിഥിയാ. വിളിക്കപ്പെട്ടാലേ യേശുവിന്റെ വരുത്തുള്ളൂ. വിളിക്കപ്പെടാത്ത അതിഥിയ മറ്റേത്. സ്തോത്രമാലിയ. അവ ഇരുന്നിട്ട് പറയും, ഇപ്പം നിന്നെ സൗഖ്യമാക്കാം. സ്തോത്രം. അപ്പൊ യേശുവിനോട് അവൻ പറയും, യേശുപ്പച്ച അവൻ ആത്മാവിന്റെ വിശ്വാസം. അപ്പൊ വിശാലിനോട് യേശുപ്പച്ചൻ പറയും, സ്തോത്രമാലിയ, തൊട്ടുപോലെ എന്റെ പൈതല, തൊട്ടുപോലെ അവനെ പൈതല. ഉടനെ പറയും, അത്രയും വലിയ പൈതലാണെന്നു ഞാനൊന്ന് നോക്കട്ടെ, ഇച്ചിരി കൂടെ ഒന്ന് വേദന കൂട്ടിക്കൊടുക്കാമോ? കൂട്ടിക്കൊടുക്കുമ്പോൾ അടുത്ത വാക്ക് പറയുന്നത് എന്തുവാ? നമ്മൾ എന്തു പറയുന്നത്? യേശുവേ കൈവിട്ടോ? കൈവിട്ടില്ലല്ലോ. ഞാൻ എന്നിട്ട് ഇങ്ങനെ പറയുന്നു. യേശു അങ്ങ് മാറിയുന്നു. ഇന്നും ഇങ്ങനെ എത്താന്നും വിടുതൽ കിട്ടത്തില്ല. ഇത്രയെല്ലാം നമ്മൾ വെയിറ്റ് ചെയ്യും.
അപ്പൊ യേശു പിന്നെ പറയും, ശരി, അവൻ എൻ്റെ വില അറിയിട്ട് ഒന്നുകൂടി ഒന്ന് കുടിക്കും. ഇങ്ങനെ നമ്മളെ പ്രശ്നങ്ങളെല്ലാം നീണ്ടുപോകുന്ന, നമ്മളെ അനുഗ്രഹങ്ങളെല്ലാം നീണ്ടുപോകുന്നതിൻ്റെ കാര്യം എന്തുവാണ്? നമ്മളെ ചില വാക്കുകൾ അങ്ങോട്ട് വേദന കൂട്ടുമ്പോൾ ഓർക്കണം, ശത്രുവേ നിന്റെ പ്ലാൻ നടക്കത്തില്ല. ഈ ശരീരം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ. 2026 വർഷത്തിന് മുമ്പേ രക്തമൊഴുക്കി വീണ്ടെടുത്ത ശരീരമാ. ദൈവം നേരത്തെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത രക്തമാ. ആ ശരീരമാ. എങ്ങനത്തുള്ള രക്തമാ? പുണ്യാല രക്തം. 33 കൊല്ലം അപ്പാ പിതാവ് ദൈവത്തിന്റെ പൈതലായി ഇവിടെ ജനിച്ചിട്ട് ആ പദവിയുടെ അഹങ്കാരമോ ആ പദവിയുടെ ഭൗതികമോ ഒന്നും കാണിക്കാതെ ഒരു സാധാരണപ്പെട്ടവനെ പോലെ 33 കൊല്ലം നമ്മൾ ജീവിച്ചു. നമ്മുടെ മധ്യയിൽ ജീവിച്ചു ഒരു സാധാരണപ്പെട്ടവനെ പോലെ ജീവിച്ചു കാണിച്ചു. ഇങ്ങനെ ദൈവവചനപ്രകാരം ജീവിക്കുവാൻ കഴിയും. പിതാവ് തന്നിട്ടിരിക്കുന്ന വചനത്താൽ ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ട് നമ്മളെ പാപത്തിന് വേണ്ടി ആ പുണ്യാല രക്തം, ഒരു പാപവും ചെയ്യാത്ത ശരീരം, ഒരു പാപവും ചെയ്യാത്ത രക്തം നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ ഒഴുക്കി, ആ അവസാനത്തുള്ള രക്തം ഒഴുക്കി നമ്മളെ രോഗങ്ങളെ സൗഖ്യമാക്കി, ശരീരത്തെ തകർത്ത് നമ്മളെ വീണ്ടെടുത്ത യേശുവിന്റെ ശരീരമാണ് എന്റെ ശരീരം. ആ ദൈവം വീണ്ടെടുത്ത ശരീരം, ആ ദൈവം വീണ്ടെടുത്ത സൗഖ്യമാണ്. ഈ ഉച്ച മുതൽ ഉള്ളംകാല് വരെ നാഡീ നരമ്പുകളെ സൗഖ്യമാക്കുന്ന യേശുവേ, എന്നിലേക്ക് ഒന്ന് ഇറങ്ങി വരണേ. ഈ ശത്രു കാണ്ട് എനിക്ക് സൗഖ്യം തരണമേ. ആമേൻ. സ്തോത്രം. ഇങ്ങനൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ആര് സൗഖ്യം തരും? നമ്മളിങ്ങനെല്ലാം പ്രാർത്ഥിക്കൂ? പ്രാർത്ഥിക്കൂ. സ്തോത്രം. നമ്മളവിടെ ഓട്ടോ വിളിക്കും, കാർ എടുക്കും, സ്കൂട്ടർ എടുക്കും, എവിടെ പോകാനുള്ള എവിടോട്ട് വരും. അവിടെയും പോയി ചെന്ന് കുത്തി വെക്കേണ്ടതെല്ലാം കുത്തി വെച്ച്, മേടിക്കേണ്ട എല്ലാം മഞ്ഞയും ചുവപ്പും മരുന്നെല്ലാം മേടിച്ചുകൊണ്ട് വന്ന്, മഞ്ഞയും ചുവപ്പും എല്ലാം പേര് പോലും അറിയാതിരുന്ന് വായിലോട്ടിട്ട് സ്തോത്രം മീൻ ഫ്രൈ തിന്നുന്നതിനായിട്ട് ടേസ്റ്റോടെ തിന്ന് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളങ്ങ് ഇരിക്കും. എന്നിട്ട് നമ്മൾ വിടുതൽ കിട്ടിയില്ലല്ലോ, പിന്നെ വിടുതൽ ആരെടുത്ത് പോണം? മഞ്ഞ ചുമപ്പെല്ലാം മീൻ ഫ്രൈ പോലെ തിന്നുന്ന മുമ്പേ ആരും സൗഖ്യമാക്കണം. മഞ്ഞ ചുമപ്പെല്ലാം നീ കഴിച്ചോ? എന്റെ ബലഹീനമുണ്ടോ? ശരീരത്തിന്റെ ബലഹീനമുണ്ടോ? വേദന കൊണ്ടോ? നീ കഴിച്ചോ? പക്ഷെ വിടുതൽ മൊത്തം ആരാ തരേണ്ടത്? യേശു. വിടുതൽ തന്നിട്ട് മോഹൻ ഡോക്ടർ തൊട്ടോണ്ടായിരിക്കും സൗഖ്യമായെന്ന് പറയല്ലേ. എന്റെ യേശു തൊട്ടതുകൊണ്ടാ. കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി രക്തമൊഴുക്കി, എന്റെ യേശു രക്തമൊഴുക്കിയത് കൊണ്ടാ എനിക്ക് സൗഖ്യം ലഭിച്ചത്. ഓരോ സൗഖ്യം തരുമ്പോഴും ദൈവസന്നിധി ഇങ്ങനെ പ്രാർത്ഥിക്കണം. കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി രക്തമൊഴുക്കിയ പുണ്യാല രക്തത്താ ഞാൻ സൗഖ്യം പ്രാപിച്ചത്. അത് യേശുവിന്റെ രക്തമാണ്. കർത്താവിന്റെ വചനം പറയുന്നു, മുഖസ്തുതി പറയാൻ പാടില്ല. മുഖസ്തുതി പറയാൻ പാടില്ല. അപ്പോഴേ ഒരു മരണത്തിന് വന്നിട്ട് ഈ കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം തന്നെയോ? കള്ളത്തരമല്ലേ പറയുന്നത്? നീ പറ, സ്തോത്രമാലരിയ മരണത്തിൽ വന്ന് ഇവരോടൊപ്പം ഞാൻ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സ്തോത്രമാലരിയ ഇവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. അമേഹാലരിയ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവവചന പ്രകാരം ഈ ഭൂമിയിൽ ജീവിച്ച ഈ ആയുസ് ഇപ്പൊ 72 വയസ്സുള്ള ഒരാളാണെന്ന് പറയാം. 72 വയസ്സ് കാലത്തോളം ഈ ഭൂമിയിൽ അവർ ജീവിച്ചു. ദൈവവചന പ്രകാരം അവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിത്യതയിൽ കാണുവാൻ കഴിയും. ഇത് പറയാൻ പറ്റും. ഇതെങ്ങനെ പറയുന്നത്? 72 വർഷവും അമ്മാവ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു മറക്കുവാൻ. ഈ അമ്മമ്മ പ്രാർത്ഥിച്ചു മറക്കുന്നതിന്റെ എല്ലാം നമ്മൾ കണ്ടു കേട്ടു. അച്ഛൻ പ്രാർത്ഥിച്ചു അമേഹാലരിയ സ്തോത്രമായി മറിക്കുന്നതെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു. എന്നിട്ട് പറയുക നിത്യതയെ നമുക്ക് കാണാം. അപ്പൊ പറയുന്ന നീ നിത്യത പോത്തില്ല, ഇതൊന്നും നിത്യത പോത്തില്ല. സ്തോത്രമാലരിയ പറയാം, നിത്യത ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയാം. അല്ലാതെ അവിടെ കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റൂ? കാണത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റൂ? കാണത്തില്ലെന്ന് പറയാൻ പറ്റും. വചനപ്രകാരം ജീവിച്ചിട്ടില്ലേ നീ കാണത്തില്ല. വചനപ്രകാരം ജീവിക്കുന്നവനാണെങ്കിൽ നിശ്ചയമായി ആര് കാണും?
ദൈവം കാണും. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന കുടുംബമാണെങ്കിൽ ദൈവസഭയെ ബഹുമാനിക്കും. പ്രാർത്ഥിക്കുന്ന കുടുംബമാണെങ്കിൽ ദൈവദാസന്മാരെ അനുസരിക്കും. പ്രാർത്ഥിക്കുന്ന കുടുംബമാണെങ്കിൽ പ്രാർത്ഥന കുറിപ്പിനെ കാണുമ്പോൾ അവരതിനെ ആദരിക്കും, ബഹുമാനിക്കും. ഇതില്ലാത്ത കാലത്തോളം നീ പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പാണ്. ദൈവത്തെ ഭയപ്പെടുന്ന നമ്മളെ ഈ സഭ തന്നെ എത്ര വട്ടം കെട്ടിക്കൂട്ടാൻ നോക്കിയിട്ടുണ്ട്, ഇല്ലയോ? ഏതെല്ലാം രീതി കൂടെ നോക്കിയിട്ട് അടിച്ചൊതുക്കി ഇതിനെ ഇപ്പൊ അവൻ ചുരുട്ടിക്കളയെന്ന് ഓർത്ത് ഇപ്പൊ ചുരുട്ടുന്നവനെ ചുരുട്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇതിനെ ചുരുട്ടാൻ പറ്റത്തില്ല. ഇത് ആര് പണിതതാ? കർത്താവ് പണിതതാ. ഇവിടെ ആൾക്കാരുടെ എണ്ണത്തിനല്ല പ്രാധാന്യം, ദൈവം പണിതതിനെ മനുഷ്യന് തൊടാൻ പറ്റത്തില്ല. തൊടാൻ പറ്റൂ? സ്തോത്രമാലി എത്ര വട്ടം ഞാൻ ഓർക്കുക, പിക്ചറെല്ലാം സൂചിപ്പിക്കുന്ന രീതിയിൽ അങ്ങോട്ട് പ്രസംഗിച്ച് അയ്യോ സ്തോത്രമാലി നമ്മുടെ സഭയ്ക്കകത്ത് അമികാലിൽ 25 കൗൺസിൽ മെമ്പർ ഉണ്ടാവട്ടെ, 25 മെമ്പർമാരുണ്ടാവട്ടെ, MLA-മാരുണ്ടാവട്ടെ. അമികാലിൽ നമുക്ക് കർത്താവിനെ സേവിച്ചാൽ മതി, ഇതെല്ലാം ഉണ്ടാവട്ടെ എന്നങ്ങോട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്റെ മെസ്സേജെല്ലാം കാണാൻ ഇഷ്ടം പോലെ പേരായിരിക്കും. അതേപോലെ തന്നെ ഇഷ്ടം പോലെ ദൈവജനമായിരിക്കും വരുന്നത്. കാര്യം എന്തുവാ? പാവം പറയുന്നില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പാവം പറയുന്നതിന് പാവം പറഞ്ഞാലും കുഴപ്പമില്ല, പാവം പറഞ്ഞിട്ട് പിന്നെ ആ പ്രവൃത്തിയില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടം. നമുക്ക് പാവമല്ല പറയാം, പക്ഷെ ഇറങ്ങി ചെല്ലുമ്പോഴെന്തുവാ? കെട്ടിപ്പിടിക്കുക, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ദൈവം കൂടെ ഉണ്ടെന്നല്ല പറഞ്ഞുവിട്ടാ അവര് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇറങ്ങി ചെല്ലുമ്പോഴും നീ പാവിയ എന്ന് പറഞ്ഞാൽ അവരെ ഇഷ്ടപ്പെടുവോ? പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന പെറ്റമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല, പിന്നെ സ്വതന്ത്രമാല നാട്ടുകാർക്ക് ഇഷ്ടപ്പെടും, സ്വതന്ത്രമാല കുടുംബക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല, പിന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടത്തില്ല ദൈവമക്കളെ. സ്തോത്രം. അതുകൊണ്ടാ പറഞ്ഞ മുഖസ്തുതി കാണിക്കാനല്ല നമ്മൾ ദൈവസേനയ്ക്ക് വന്നത്, മറ്റുള്ളവന്റെ കൈയടി കേൾക്കാനല്ല നമ്മൾ ദൈവസേനയ്ക്ക് വന്നത്, നമ്മൾ നിത്യത പ്രാപിക്കാനാണ് ദൈവസേനയ്ക്ക് വന്നത്. നിത്യത പ്രാപിക്കാനാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓൺലൈനിനകത്തുണ്ട് ഒരു പാസ്റ്റർ, സ്തോത്രം, അങ്ങനത്തുള്ള ചടങ്ങുകളിൽ പോയി സംസാരിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല. ഈ വചനം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാവുന്നതുമല്ല. എങ്കിൽ പോലും ആ പാസ്റ്റർ പറഞ്ഞു, ഞാൻ രോഗത്താലാണ് ദൈവസേനയിൽ വന്നത്, പക്ഷേ രോഗിയായ ഞാൻ മരിക്കും, പക്ഷേ എനിക്ക് നിത്യതയുണ്ട്. അത്രയും പേരെ മതിയെ നിന്ന് പുള്ളി 2 വാക്കേ പറഞ്ഞുള്ളൂ. എനിക്ക് അതിനകത്ത് ഞാൻ പുള്ളിയെ അംഗീകരിച്ചു കൊടുക്കുന്നു. പുള്ളി പറഞ്ഞ 2 വാക്ക്, പുള്ളി പറഞ്ഞ് വേറെ ഒന്നും എനിക്ക് പറയാനില്ല, ഞാൻ രോഗിയായിരുന്നു, എനിക്ക് രോഗസൗഖ്യം കിട്ടി. അപ്പൊ യാതൊരു സ്തോത്രം, രോഗസൗഖ്യം കിട്ടി, പക്ഷെ ഞാൻ മരിക്കും, പക്ഷെ മരിച്ചാൽ ഞാൻ ജീവിക്കും. ആരെ ഏറ്റെടുത്തുകൊണ്ട് അപ്പോഴെടുത്ത് വായിച്ചു, അത് നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ബൈബിൾ എന്നെ പഠിപ്പിക്കുന്നു, ബൈബിളിനെ ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അതാണ് ദൈവമക്കളെ നമുക്കുള്ളത്. ഈ ബൈബിളിൽ വിശ്വസിക്കുന്നവനും ബൈബിളിനെ നോക്കുന്നവനും ലോകത്തിന്റെ ഒരു അധികാരത്തിന്റെയും ആഗ്രഹത്തിന്റെ പിന്നാലെ പോകില്ല. 55 വയസ്സായി 60 വയസ്സായി കൊച്ചുമോന്റെ കല്യാണം കഴിഞ്ഞിട്ടും രാഷ്ട്രീയം വിടുന്നില്ല, നേതാവായി നിൽക്കണം. ആ ആർത്തിയാണ്. സ്തോത്രം. മന്ത്രിയാവണം, MLA ആവണം, ആ ആർത്തിയ. സ്തോത്രമല്ലേ, പഞ്ചായത്ത് മെമ്പറാവണം, ആർത്തിയ. അന്ന് അടുത്ത തലമുറയ്ക്ക് മാറി കൊടുക്കുമല്ല, ആർത്തിയ. ഇവനാ പിന്നെയും വന്ന് പറയുന്നത് ഞാനാ നല്ല നേതാവ്. സ്തോത്രം. രാത്രി ഒന്ന് വിളിച്ചാൽ പോലും മോണെടുക്കത്തില്ല, ഇറങ്ങി വരാൻ പോലും ലഭ്യമില്ല. എന്നിട്ടും ആർത്തിയാണ്, അവസാനം വരെ ആർത്തിയാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററിന്റെ കാര്യം ഞാൻ കേട്ടു, എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എന്തുവാ? കുറച്ച് പ്രായമേ ആയിട്ടുള്ളൂ, മക്കളെല്ലാം അയർലൻഡിലും അമേരിക്കയിലും UK-ലും ലണ്ടനിലെല്ലാം പോയി രക്ഷപ്പെട്ടു, എല്ലാം കഴിഞ്ഞു. എൻ്റെ അടുത്ത് അവൻ സ്തോത്രം പുള്ളിയെ പറ്റി ഇങ്ങനെ സംസാരിച്ചപ്പോ പുള്ളിയുടെ ഒരു ഫാമിലി പറയുക, സ്തോത്രം, പുള്ളി ഈ വർഷത്തോടെയുള്ള സമാചാരം എല്ലാം വിട്ടിട്ട് പോവാ. കാര്യം എന്തുവാ? ഇനി അയർലൻഡിൽ പോയി സൂക്ഷിക്കാം, ഇനി സമാചാരം ഒന്നും വേണ്ട. എടാ, നീ ജീവിച്ചതും അയർലൻഡിൽ നിന്റെ മോൻ പോയിരിക്കുന്നതും എല്ലാം ദശാംശം മേടിച്ച അതിൽ നിന്ന് കിട്ടിയതാണ്. എന്റെ മക്കളെ പഠിപ്പിച്ചതും അയർലൻഡിൽ പോയതും എല്ലാം. നിനക്ക് സുവിശേഷ വേലയ്ക്കകത്ത് റിട്ടയർമെന്റ് ഇല്ല, സുവിശേഷ വേല അവസാനം വരെയുണ്ട്. നിന്റെ അവസാന ശ്വാസം നിൽക്കുന്നത് വരെ റിട്ടയർമെന്റ് ഇല്ലാത്തൊരു പണിയാണ് സുവിശേഷ വേല. സ്തോത്രം. നിനക്ക് സുവിശേഷ വേല നിർത്ത്, ഇതെന്തുവാ പരിപാടി നിർത്തി, എന്തുവാ നീ സുഖമായിട്ട് പോയി എവിടെ ഇരിക്കുക? അയർലൻഡിൽ പോയിരിക്കുക. സ്തോത്രം. നമുക്കെല്ലാം ദൈവം തോന്നു പറഞ്ഞേക്കുന്ന പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും മരിക്കുക. നമ്മൾ അതിനുവേണ്ടി വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാര്യം എന്തുവാ? സ്തോത്രം. അവസാന രക്തം വരെ, അവസാനത്തെ ജീവൻ വരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. അതിനാ കർത്താവ് വിളിച്ചിരിക്കുന്നത്, കർത്താവ് തെരഞ്ഞെടുക്കുന്നത്. റിട്ടയർമെന്റ് ആയിട്ട് പോയിരിക്കാനല്ല, സൂഹിക്കാനല്ല, തലമുറയോടെ പോയി സൂഹിക്കാനല്ല. സ്തോത്രം. തലമുറ തന്നിരിക്കുന്ന ദൈവവചന പ്രകാരം പഠിപ്പിക്കുവാനാ, ദൈവത്തിന് വേണ്ടി സാക്ഷിയായിട്ട് നിർത്താനാണ് നമുക്ക് തലമുറ തന്നിരിക്കുന്നത്. അല്ല തലമുറയുടെ നന്മയ്ക്കകത്ത് സ്തോത്രം സൂക്ഷിച്ച് ജീവിക്കാനല്ല. ദൈവം നിന്റെ തലമുറയുടെ വേണ്ടി കൈനീട്ടാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നിന്റെ ഫ്രണ്ട് കൈനീട്ടുന്ന രീതിയിലാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. നീ
ആരുടെ വേണ്ടി പോയി എന്ത് ചെയ്യത്തില്ല? യേശു ഉള്ളവൻ ആരുടെ വേണ്ടി എന്ത് ചെയ്യത്തില്ല? കൈ നീട്ടാൻ നിൽക്കത്തില്ല. യേശു ഉള്ളവൻ അനുഗ്രഹം ഉണ്ടാവും. സ്തോത്രം. 15 തന്നെ പലപ്പോഴും ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്, നന്ദി പറയാറുണ്ട്, ദൈവത്തിന് നന്ദി പറയാറുണ്ട്. കാര്യം എന്തുവാ? ചില ഇപ്പോഴും അമിനാലിക സ്തോത്രം ആലിക മക്കള് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും സത്രമാല കയ്യിൽ ഒരു നന്മ വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് രണ്ടുപേർക്കും കൊടുക്കും. സ്തോത്രം. അത് ദൈവം തരുന്നോണ്ടല്ലേ. മക്കളെ മേടിച്ച് കഴിക്കേണ്ട പ്രായമാണ്. പക്ഷെ എങ്കിൽ പോലും നന്മ വരുമ്പോൾ അതിനകത്ത് മൗനമായിട്ട് നിൽക്കുന്നില്ല, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. ഈ ഓടാൻ ആരും കൃപ തരുന്നത് ദൈവമാണ്. അതുപോലെ രക്ഷപ്പെട്ട് 2 മക്കൾ രക്ഷപ്പെട്ട് ഇനി ആ 2 മക്കളെ ചെലവിൽ കഴിയുവാണോ? ഇല്ല. അദ്ദേഹത്തിന്റെ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം ഇപ്പോഴും ഉണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ. ശേഖരിച്ചു വെക്കുന്ന ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ. സ്തോത്രം. മക്കൾക്ക് വേണ്ടിയാ. ഇന്ന് പ്രിയ മക്കളെ റിട്ടയർമെന്റ് വഴിയല്ല സുശേഷമല്ല. സുശേഷയുടെ അവസാനം വരെ നിനക്ക് ഉയർത്തേണ്ടതാ. ആരെ ഉയർത്തേണ്ടതാ? ജീവൻ തന്നിരിക്കുന്ന ക്രിസ്തുവിനെ ഉയർത്തേണ്ട. സുശേഷനല്ല ദൈവമൈതലിന്റെ ഓരോ ചുമതല, ഓരോ ദൈവമക്കളുടെ ചുമതല അവസാനം വരെ ആരെ ഉയർത്താവുന്നതാണ്? ക്രിസ്തുവിനെ ഉയർത്താവുന്നത്. സ്തോത്രം. മരണ വീട്ടിൽ ചെന്ന മക്കളെ കുറെ തള്ളു, മരുമക്കളെ കുറെ തള്ളു, സ്തോത്രം ആലതിയ ആ സ്തോത്രം അപ്പന്റെ കുറെ തള്ളു, ഭർത്താവിന്റെ തള്ളു, ഭാര്യയുടെ തള്ളു, ഇതെല്ലാം കേട്ട് ഞാൻ മടുത്ത്. സ്തോത്രമാല ഇതെല്ലാം തള്ള ദൈവമക്കളെ. ചില സാക്ഷ്യങ്ങൾ കേൾക്കുമല്ലോ, എന്റെ പോലെല്ലാം പറഞ്ഞ് കേൾക്കുമല്ലോ. ചുമ്മാ തള്ളിന്റെ മേൽ തള്ള. കർത്താവിന്റെ നാമത്തിൽ നീ കർത്താവിനെ ഉയർത്തേണ്ടത്. എവിടെ ചെന്നാലും ആരെ ഉയർത്തിക്കൊണ്ടിരിക്കേണ്ടത്? ദൈവത്തെയാണ്. യേശുക്രിസ്തുവിനെ ഉയർത്തേണ്ടത്. സ്തോത്രം. അനുശോധന എന്ന് പറയുന്ന ഒരു വാക്ക് ഇപ്പൊ എന്തുവാ അതിന്റെ അർത്ഥം പോലും അറിയാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. അത്രയും അടബന്ധിച്ചുകൊണ്ടിരിക്കുക. വിലാപ വീടാണോ കല്യാണ വീടാണോ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരുക്കമോ അന്ന് പുതിയ ഡ്രസ് ഇട്ടേ ഇരിക്കുന്നു. സ്തോത്രമാലിയ. പണ്ട് മരണ വീട്ടിൽ വല്ല പുതിയ ഡ്രസ് ഇടാറുണ്ടോ? സ്തോത്രമാല ഇപ്പൊ സമയം ഫുഡ് വരും, കേറ്ററിംഗുകാരെ ഫുഡ് കൊണ്ടുവരും. സ്തോത്രമാല ഫുഡും കഴിച്ച് അമകാലില് വെള്ളം കുടിച്ച് അമകാലിൽ സ്തോത്രം കറക്റ്റ് ടൈമിലാണ് വന്നിരിക്കുന്നത്. സ്തോത്രം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ രാവിലെ ചെന്ന് കയറുമോ ബോഡി കൊണ്ടുവച്ച്. സ്തോത്രം. നമ്മുടെ കയ്യിൽ മിനിസ്റ്റേഴ്സിന്റെ എല്ലാം വീടാണ്. സ്തോത്രം ചെയ്യുക. അപ്പനെ അടക്കി ബോഡി കൊണ്ടുവച്ച് ആരുമില്ല. ഇവര് രണ്ടുപേരേ ഉള്ളു. ബാക്കി സഹോദരങ്ങൾ 8 സഹോദരങ്ങളുണ്ട്. ഒറ്റ ഒരാളെ കാണുന്നില്ല. സ്തോത്രം. നാട്ടുകാർ വന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ഞാൻ വെച്ചാൽ അവരവിടെ ഇഡലി സാമ്പാർ കഴിക്കണം. അപ്പുറത്ത് സ്വന്തം മക്കളാ. ആർത്തി എങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും പോയി കഴിയണം. അല്ലെങ്കിൽ രാവിലെ വെളുക്കുന്ന മുമ്പേ സൂര്യൻ ഉദിക്കുന്ന മുമ്പേ നീ പോയി കഴിയും. നാട്ടുകാർ വരുമ്പോൾ നാട്ടുകാരെ എങ്ങനെ കാണിക്കട്ടെ? അത് കഴിഞ്ഞിട്ട് ഒരു സെഷൻ വന്നിരുന്നിട്ട് അടുത്ത സെഷൻ പോവുക. ഇഡലി സ്തോത്രം ആലവി വന്നിട്ട് ഇഡലിയെല്ലാം കഴിച്ചതിന്റെ മൂക്കില ആരെങ്കിലും വരും. ഇപ്പം നിലവിളിയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം മൂക്കിലായില്ല ഇരിക്കുന്നത്. ഇത് കാണുമ്പോ അറിയാം തള്ള. ഇത് നമ്പരാ. നിന്റെ നാട്ടിൽ അഭിനയം പഠിച്ചോനെ വരുന്നതെന്ന് അറിയണം. മൂക്ക് മാത്രം. ഞാൻ അവർക്ക് മൂക്കൂടും ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പിടിക്കാനൊന്നുമില്ല. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് യഥാർത്ഥ വിലാപ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ നിന്ന് കത്തും. വേർപാട് താങ്ങാൻ പറ്റത്തില്ല. സ്തോത്രം. ആ വിലാപ വീടെല്ലാം പോയി. സ്തോത്രമാലിയ 2 ദിവസം ഹോസ്പിറ്റലാകുമ്പോഴേ മതിയാവും. തീർന്നു. അടുത്തത് പരിപാടി സബ്ജക്ട് ക്ലോസ് ചെയ്യാൻ നോക്കാം. ഇല്ലയോ? സ്തോത്രമാലിയ. സ്തോത്രം. മനുഷ്യ ദൈവം കൊടുത്ത ജീവനെ ആരാ എടുക്കുന്നത്? പല ഹോസ്പിറ്റലിൽ ആരാ എടുക്കുന്നത്? ഇച്ചിരി തുള്ളി ജീവനുണ്ടെങ്കിൽ അതുകൊണ്ടും വരെ വലിച്ചുകൂടി എടുത്ത് കളയും. കാര്യം എന്തുവാ? എനിക്ക് തീർക്കുക, ഇനി മതി. എനിക്ക് ചിലവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലവര് അവസാന സമയം പറയും എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്ന എനിക്ക് വീട്ടിൽ കിടന്നാൽ മതി, വീട്ടിൽ കിടന്ന് മരിക്കാം. എനിക്ക് എല്ലാവരെയും കണ്ടുപരിച്ചു. ചില പ്രായമുള്ളവരെല്ലാം പറയുന്നത് ഞാൻ കേട്ടു. പ്രായമുള്ളവർ കേട്ടു. ചിലവർ വീട്ടിൽ കൊണ്ടുപോകുന്നത് പൈസ കൊടുക്കണം. സ്തോത്രമാലിയ. ചിലവർ പറയും എനിക്ക് വേണ്ട, പ്രൈസോ എനിക്ക് എവിടെ പോയാൽ മതി, വീട്ടിൽ കിടന്ന് മരിച്ചാൽ. ഇവിടുത്തെ അമ്മച്ചി എങ്ങനെയായിരുന്നു? ഈ വീട്ടിലെ അമ്മച്ചി എങ്ങനെയായിരുന്നു?
സ്തോത്രം. അമ്മച്ചിക്ക് എന്ത് ചെയ്യാൻ തയ്യാറായിട്ട് മോൻ നിൽക്കുക, ഈ കുടുംബത്തിലെ മോൻ നിൽക്കുക. അപ്പോഴേ മോനോട് പറഞ്ഞു, മോനെ നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ വീട്ടിൽ കൊണ്ടുപോകും. സ്തോത്രം. വീട്ടിൽ വെച്ച് നല്ല മരണം കൊടുത്ത കുഞ്ഞുങ്ങളുടെ മക്കളുടെ മരുമക്കളുടെ അതെല്ലാം മരണം. ഒരു രാത്രി സ്തോത്രം ഉറക്കത്തെ പോലെ മരണം കൊടുത്തു. സ്തോത്രം. നല്ല മരണമോ? സ്തോത്രം. മറ്റേ നേഴ്സിന്റെ മോന്തയും കണ്ട്, ഡോക്ടറിന്റെ മോന്തയും കണ്ട്, ഡോറിന്റെ ഫ്രണ്ടിൽ പോയി എത്തി നോക്കാനല്ലാതെ പറ്റുമോ? സ്തോത്രം. ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. സ്തോത്രം. ചിലർക്ക് ഇതൊന്നും അങ്ങോട്ട് സഹിക്കത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇന്നത്തെ വിലാപ വീടെന്ന് പറയുന്നത് ആഘോഷത്തിന്റെ വീടായിട്ട് കൊണ്ടിരിക്കുന്നു. ആഘോഷത്തിന്റെ വീടുകളായിട്ട് കൊണ്ടിരിക്കുന്നു. സ്തോത്രം. വിലാപ വീടുകളെല്ലാം ഉണ്ടായിരുന്നു. ഇന്നത്തെ പിള്ളേരോട് വയലും ആമേകാല നെല്ലെല്ലാം കൊണ്ട് കാണിക്കുന്ന കാലമാണ് ഇപ്പൊ. ചില സ്കൂളിലെല്ലാം വണ്ടിക്കകത്ത് വിളിച്ചിട്ട് മോനെ ഇതാണ് നെല്ല്, ഇതാണെന്ന് പറയുന്നത്. അതേപോലെ നീ വിലാപ വീടെല്ലാം നീ തപ്പിപ്പിടിക്കണം. കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. വിലാപ വീടെന്ന് പറഞ്ഞാൽ എവിടെ കൊണ്ട് കാണിക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഇപ്പൊ അഭിനയിച്ച് കാണിക്കുന്നത്. അഭിനയിച്ച് കാണിക്കുക. സ്തോത്രം. ഇത് വേണ്ട, ഇത് മിമിക്രിക്കാരോട് ചോദിച്ചാൽ മതി, അവരെ അഭിനയിച്ച് കാണിക്കും. ഇതിൽ നല്ലോണം. സ്തോത്രം. അവരെ കൊണ്ടുവന്നാൽ മതി. ഇന്ന് സ്തോത്രമാലല്ലേ പൈസ ഉണ്ടെങ്കിൽ ഇത് മൊത്തം ഒരാളെ ഏൽപ്പിക്കുക. മൊത്തം ഒരാളെ അവനെ നിയന്ത്രിക്കുന്നത്. അവരുടെ ആൾക്കാരെ അവനെ നിയന്ത്രിക്കുന്നത്. ഇല്ലയോ? സ്വന്തം ചില കല്യാണത്തിനെല്ലാം പോകണം, ചില വൺ ടീമിന്റെ കല്യാണത്തിൽ പോകണം. നമ്മൾ ചെല്ലുമ്പോൾ ബൊക്കെയെല്ലാം സ്വീകരിക്കും. സ്തോത്രമാല നല്ല ഡ്രസ്സെല്ലാം ഇട്ട് ലിപ്റ്റിക് എല്ലാം തേച്ച് പെണ്ണുങ്ങൾ വന്ന് പിള്ളേർ വന്നുകൊണ്ട് ബൊക്കെയെല്ലാം വന്ന് വിളിക്കും. കാര്യം എന്തുവാ? ഇത് ഏൽപ്പിച്ചേക്കുവാ. ഇവർക്ക് പൈസ കൊടുത്ത് ഏൽപ്പിച്ചേക്കുവാ. ഇത് ആര് ചെയ്യേണ്ടത്? ചുമതലയാണ്. വീട്ടുകാരൻ ചെയ്യേണ്ട ചുമതല. വീട്ടുകാരൻ ചെയ്യേണ്ടത് വേറൊരാൾക്ക് കൊടുത്തേക്കുവാ. അവന് നമ്മളോട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ പൈസ കിട്ടിയതിനെ അവൻ ചിരിച്ചുകൊണ്ട് കാണിക്കുന്നു. നമ്മളെ കൊണ്ട് ഇരുത്തും. വാടക കൊടുക്കും. സ്തോത്രം. ഇന്ന് മിക്കാറും ഇതെല്ലാം വാടകയ്ക്ക് കൊടുക്കും. അപ്പനെ അമ്മയെവരെയും വാടകയ്ക്ക് എടുത്തിരിക്കുക. സഹോദരങ്ങളെ വാടകയ്ക്ക് എടുത്തിരിക്കുക. സ്തോത്രം. കഷ്ടമായിരിക്കുക. ആരെ കുറിച്ച് പറയണമെന്ന് അറിയാത്ത കാലമായിക്കൊണ്ടിരിക്കുക. ഇന്ന് ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയട്ടെ. ദൈവത്തിന്റെ വചനത്തിനകത്ത് വിളിച്ചു പറയുന്നു, നീ ആരെ പിതാവെന്ന് വിളിക്കരുത്. അതിന്റെ അടുത്ത വാക്യത്തിലേക്ക് വരുന്നു. സ്തോത്രം. നീ അവൻ അതൊരു സുവിശേഷം അറിയിച്ചിട്ട് ഇന്നത്തെ സഭയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാ. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് വായിക്കാം. ആ 9 തൊട്ട് വായിച്ചു. 9 വെച്ച് വായിച്ചു. സ്വർഗസ്ഥനാണ് നിന്റെ പിതാവ്. യേശുവാണ് നിന്റെ പിതാവ്. നിന്നെ വീണ്ടെടുത്ത് നിന്റെ ആവശ്യങ്ങളെല്ലാം തരുവാൻ കഴിവുള്ളവനാണ് നിന്റെ പിതാവ്. നമ്മള് ഭൂമിയിലുള്ള പിതാവിനെ പിതാവെന്ന് വിളിക്കുന്നതിന്റെ കാര്യം എന്തോ, അപ്പാന്ന് വിളിക്കുന്ന കാര്യം എന്തോ? ജനിച്ച നാള് മുതൽ നമുക്കൊരു പ്രായം വരെ നമ്മളെ കാര്യങ്ങളെല്ലാം ആരാ നടത്തി തരുന്നത്? ഈ ഭൂമിയിൽ ആരാ നടത്തി തരുന്നത്? ഭൂമിയിലുള്ള നമ്മളെ പിതാവ്. അതുകൊണ്ട് പിതാവെന്ന് വിളിക്കാൻ പുള്ളിയെ നമ്മൾ അവരെ മക്കൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇല്ലയോ? അവർക്ക് കിട്ടുന്നതെല്ലാം ഒരു പങ്ക് ആർക്ക് വേണ്ടിയാണ് വെച്ചേക്കുന്നത്? പലപ്പോഴും ആ പിതാവിന്റെ പല ആഗ്രഹങ്ങളെ മാറ്റിവെച്ച്, മാതാവിന്റെ പല ആഗ്രഹവും മാറ്റിവെച്ച് മക്കൾക്ക് കൊടുക്കാറുണ്ട്, മക്കളെ സ്നേഹിക്കാറുണ്ട്. കാര്യം അവർ മാതാപിതാക്കളായതുകൊണ്ടാണ് മക്കളെ സ്നേഹിക്കുന്നത്. ഒരു പ്രായം വരെ. ഒരു പ്രായം കഴിഞ്ഞിട്ട് അവർക്ക് കഴിയത്തില്ല. അവരുടെ ആരോഗ്യശേഷി കുറയുമ്പോൾ മക്കൾ പിന്നെ അവർ രക്ഷപ്പെട്ടിട്ട് പിന്നെ ആരെ നോക്കിക്കോണം? മാതാപിതാക്കളെ നോക്കണം. പക്ഷേ യേശു എന്ന പിതാവ് അതല്ല. നിന്റെ ഏതോ പിസ്സട്ട് വരെയുള്ള കാര്യം, ഇത് കഴിയുമ്പോഴുള്ള കാര്യം എല്ലാം നോക്കേണ്ട പിതാവ് ആരാ? നസറേനായ യേശു. അപ്പൊ ആ യേശു കർത്താവിനെയാണ് നീ എന്ത് ചെയ്യേണ്ടത്? പിതാവെന്ന് വിളിക്കേണ്ടത്. അടുത്തത് നായകൻ എന്ന് പേരെടുക്കൽ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു മാധ്യമത്തിൽ കണ്ടപ്പം എനിക്ക് തന്നെ ചിരി വന്നു. ചിരിയായ ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ, ഷെയർ ചെയ്യുന്നതേ. അല്ലാതെ വേറെ ഇതിനകത്ത് വേറെ ഒന്നും അല്ല, ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും കയറുന്നില്ല. ഈ ഒറ്റ വാക്ക് പറയുന്നത്. സ്തോത്രം. പാലക്കാട് നിൽക്കുന്ന സ്ഥാനാർത്ഥി അവൻ പിഷാരടി പറഞ്ഞു, സ്തോത്രം ഹല്ലേലൂയ, ഞാൻ ജയിച്ച മമ്മൂട്ടി കൊണ്ടുവന്ന പാലക്കാടുകാർക്കൊന്നും കിട്ടാൻ പാലക്കാരുടെ അരി മേടിച്ചു കൊടുക്കൂ. ഒരു പൈസ ഇറക്കാത്തവനാ കൊടുക്കൂ. കേരളത്തിന്റെ നായകൻ എന്ന് പറഞ്ഞ് നടക്കുക, സിനിമാ നായകനാന്ന് നടക്കുക. അതായത് സിനിമാക്കാർക്ക് നല്ലവനാ, അല്ലാതെ ലോകമായി ജീവിക്കുന്നവർക്ക് നല്ലതാണോ? ആ പാലക്കാട് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കൂ. ഞാൻ ജയിച്ച മമ്മൂട്ടി കൊണ്ടുവരും. നീ ജയിച്ചാലും പ്രയോജനമില്ല, ഇവൻ വന്നാലും പ്രയോജനമില്ല. എന്തുകൊണ്ട്? ഒരു പ്രയോജനമില്ല. ഇവനല്ല ഇവന്റെ സുഖത്തിന് വേണ്ടി ജീവിക്കുന്നതാ. നായകനെ വിളിക്കരുത്. ആരെ വിളിക്കണം? കർത്താവ്. നമ്മുടെ സുഖത്തിന് വേണ്ടി ജീവിക്കുന്ന കർത്താവ്, നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മളെ കൂടെ ഇരിക്കുന്നതാ നമ്മളെ കർത്താവ്.
സങ്കടത്തിനകത്ത്, നമ്മുടെ സന്തോഷത്തിനകത്ത്, നമ്മളെ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ, ആമേ നിന്ദിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ, പരിഹാസാവസ്ഥയിൽ എല്ലാം നമ്മളെ കൂടെ ആരുണ്ട്? കർത്താവുണ്ട്. കർത്താവ് ഉള്ളതുകൊണ്ട് നമ്മൾ വീണ് പോകാത്ത, അല്ലെങ്കിൽ നമ്മളെ പേര് എന്നേ തീർന്നേനെ, നമ്മുടെ അവസാനമായതിന് അവസാനിക്കാത്ത കാര്യം എന്തുവാ? ആമേ കർത്താവായ യേശു രക്ഷിതാവായിരിക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. സങ്കടം വന്നപ്പോൾ, കഷ്ടം വന്നപ്പോൾ, പ്രതികൂലം വന്നപ്പോൾ നമ്മളെ കൂടെ ഇതുവരെല്ലാം പറഞ്ഞു വീണുപോയി, ഇനി എഴുന്നേൽക്കത്തില്ല, ഹോസ്പിറ്റലായി, അവന്റെ കിടപ്പ് കണ്ടിട്ട് പറ്റുന്നില്ല, അവനെ ഇനി വരത്തില്ല, തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞു. തിരിച്ചു വന്നു. ആര് കൂടുണ്ട്? യേശു കൂടുണ്ട്. ഹോസ്പിറ്റലിലും ഐസിയുലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ റൂമിനകത്ത് കിടന്നപ്പോ എല്ലാം എന്റെ കൂടെ ആരുണ്ടായിരുന്നു? എന്റെ യേശു ഉണ്ടായിരുന്നു. എനിക്ക് ആയുസ് വെച്ചിട്ടുണ്ട്, ആയുസ് വെച്ചിട്ടുണ്ട്, നന്മ വെച്ചിട്ടുണ്ട്, ദൂത് വെച്ചിട്ടുണ്ട്. എന്റെ തലമുറയിൽ ദൂത് കിടപ്പുണ്ട്, പ്രവചനം കിടപ്പുണ്ട്. അത് എനിക്കും അനുഭവിക്കാനുള്ളതാ. എനിക്ക് അതുകൊണ്ട് ആയുസ്സും ആരോഗ്യം ബലം തന്നു ദൈവം പുറത്തുകൊണ്ട് വന്നു. സ്തോത്രം. അതുകൊണ്ടാണ് ഡോക്ടർമാർ അവസാനം പറയും, എന്തോ രോഗം ഞങ്ങൾക്ക് തന്നെ അറിയുന്നില്ല എന്നല്ല പറയുന്നതിന്റെ കാര്യം എന്തുവാ? ദൈവം ആയുസ് വെച്ചിട്ടുണ്ട്, ആരോഗ്യം വെച്ചിട്ടുണ്ട്. നമ്മളെ ആര് പുറത്തു കൊണ്ടുവരുക? കർത്താവ് പുറത്തു കൊണ്ടുവരുക. ഇന്ന് പകൽ ഓർത്തോ മക്കളെ, ആയുസ്സും ആരോഗ്യം ഉള്ളത് കൊണ്ട് നമ്മൾ പുറത്തു വന്ന ആ രോഗം നമ്മളെ മരണത്തിന് ഏൽപ്പിക്കാൻ പറ്റിയില്ല. യേശു വെച്ചിട്ടുണ്ട്. യേശു ജീവനുള്ള ദൈവമാ. എന്നെ ജീവിക്കുവാൻ വേണ്ടി ദൈവം അവസരം തന്നു. നിനക്കെതിരെ നീ ഏത് ശക്തി ഇറങ്ങിയാൽ ആ ശക്തിയെ നിസ്സാരമാക്കി കളയുന്നവനാ ആര്? കർത്താവ്. ഹേരോദാവ് ഭയങ്കര വിഷയമുണ്ടാക്കി. ഹേരോദാവ് എങ്ങനെ മരിച്ചത്? വെറും കൃമിക്കിരയായി. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം പോകാറുണ്ട്. എത്ര വലിയ ശത്രു ആയാലും എന്തിനുള്ളത്? ഒരു കൃമിക്കിരയാവാനേ ഉള്ളൂ. സ്തോത്രം. വലിയ കിടില വിറപ്പിച്ച ആളാ. പക്ഷേ കാര്യമുണ്ടോ? ആ മരണം അദ്ദേഹത്തിന് എന്നും ഒരു പേരുദോഷമായി, അദ്ദേഹത്തിന്റെ തലമുറയ്ക്ക് വരെ അതൊരു പേരുദോഷമായി. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏതെല്ലാം ശക്തി നിനക്കെതിരെ ഇറങ്ങി വന്നാലും നിന്നെ ഒരു ശക്തിക്ക് തൊടുവാൻ കഴിയത്തില്ല. കാര്യം അതിനെല്ലാം മീതെയായി എന്റെ കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ മഹത്വം. സ്തോത്രം. എനിക്ക് ഒരു നായകനെ ഉണ്ടാവാവൂ, ഒരു ഗുരുവെ ഉണ്ടാവാവൂ. അതാരാ? കർത്താവായ യേശുവാ. ആ യേശു എന്റെ ഗുരുവും നാഥനായിട്ട്, ആ നായകനായിട്ട് ഇരിക്കുന്ന കാലത്തോളം എന്നെ, എന്റെ കുടുംബത്തെയോ എന്റെ തലമുറയോ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അടുത്തത് വായിക്കപ്പെട്ടത് വായിക്കാം. കർത്താവ് പറയാ, നീ ഏറ്റവും വലിയവനാണെങ്കിൽ നിന്റെ കൂടെ നിൽക്കുന്നവർ ശുശ്രൂഷകനാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? കർത്താവ് കാണിച്ചു കൊടുത്തു. കർത്താവ് കാണിച്ചു കൊടുത്തു. കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയിൽ കർത്താവ് തിരുമേശ വന്നിട്ടപ്പോൾ കർത്താവ് കാണിച്ചു കൊടുത്തു. അരയിൽ തോർത്ത് അമ്മയെ തൊറ്റി, അരയിൽ തോർത്ത് കെട്ടി അവർക്ക് അവരുടെ പാദം കഴുകി. സ്തോത്രം. എന്തുവാ അതിന്റെ അർത്ഥം? എന്തുവാ? തന്നെ താഴ്ത്തുന്നവനെ ആര് ഉയർത്തും? ദൈവം കൂടെയുള്ളവൻ ഒരിക്കലും അഹങ്കാര വാക്ക് പറയത്തില്ല, അഹങ്കാരിയാവത്തില്ല. അവൻ തന്നെ താഴ്ത്തുന്നതായിരിക്കും. അവന്റെ സംസാര രീതി എപ്പോഴും താഴ്ത്തുന്നതായിരിക്കണം. അവന്റെ സംസാര രീതിയെല്ലാം താഴ്ത്തുന്നതിന്റെ കാരണം എന്തുവാ? നേരത്തെ ഞാൻ പറഞ്ഞു, നിന്റെ ഓരോ വാക്കും ആരും കേട്ടോണ്ടിരിക്കുക? കർത്താവ് കേട്ടോണ്ടിരിക്കുക. അയ്യോ, ലോകം കേട്ടില്ല, അവര് കേട്ട എന്തോ, അതൊന്നും അല്ല. ദൈവത്തെ അറിഞ്ഞ് ദൈവമായിട്ടല്ലേ ദൈവം കേൾക്കുന്നു. എന്റെ പ്രവൃത്തി കണ്ടിട്ട് ദൈവം എന്ത് പറയും? എന്റെ സംസാരം കണ്ടിട്ട് ദൈവം എന്ത് പറയും? അതെയാണ് ആര് നോക്കുന്നത്? ഒരു ദൈവം എപ്പോഴും നോക്കുന്നത്. സ്തോത്രം. വായിക്കാം. അതെ, നേരത്തെ വായിക്കുന്നതിലേക്ക് നമുക്ക് വരാം. എന്തുകൊണ്ട് അവരെ സർപ്പസന്തതി എന്ന് വിളിച്ചത്? കപടഭക്തിക്കാരവൻ. പുറമേയുള്ള ഭക്തിയേ ഉള്ളൂ, അകത്തുന്നില്ല ഭക്തി. ദൈവത്തിന്റെ വചനം വിളിച്ച് പറയുന്നത് പോലെ വെള്ളം തേച്ച കല്ലറയാവരുത്. കല്ലറയിൽ എത്ര വെള്ളം തേച്ചാലും മാർബിൾ ഇട്ടാലും കല്ലറയ്ക്ക് അകത്ത് കിടക്കുന്ന എന്തുവാ? ശവം. അതിനെന്തുവാ ഉള്ളത്? നാറ്റമാണ്. അതിനെ ഒരിക്കലും നമുക്ക് വീട്ടിൽ ചേർക്കാൻ പറ്റത്തില്ല. ചേർക്കാൻ പറ്റുമോ? എന്റെ കുടുംബത്തിലെ അംഗമായിരുന്നു, ഇനി ഞാൻ വീട്ടിൽ കൊണ്ട് വെക്കട്ടെ എന്ന് പറഞ്ഞ് വെക്കുവോ? അസ്ഥികൂടത്തെ കൊണ്ട് വെക്കുവോ? നാട്ടുകേസിനെ കൊണ്ട് വെക്കുവോ? ശവക്കല്ലറ എത്ര തേച്ചാലും അതിനകത്ത് കിടക്കുന്ന സാധനം എന്തുവാ? കല്ലറ. കർത്താവ് അതാണ് ഇവരെ കുറിച്ച് ഉപമ പറഞ്ഞത്. ഇവരെ കുറിച്ച് പറഞ്ഞൊരു ഉമ്മയാ, വെള്ളം തേച്ച കല്ലറയാവുന്നത്. കാര്യം എന്തുവാ? നീ എത്ര വെള്ളയിട്ടെന്ന് പറഞ്ഞാലും നിന്റെ അകത്ത് ശുദ്ധിയില്ലെങ്കിൽ ആ വെള്ളയിട്ടത് കൊണ്ട് എന്തുവാ? ഒരു പ്രയോജനമില്ല. നീ എത്ര കളറിട്ടാലും അകത്ത് ശുദ്ധിയാണെങ്കിൽ ആർക്ക് വേണം? ദൈവത്തിന് എന്ത് വേണം? സ്തോത്രമല്ല. അകത്ത് പാപം നിറഞ്ഞിട്ട് വെളി വെള്ളയിട്ട ദൈവത്തിന് വേണം? നിനക്ക് ലോകത്തിന്റെ മനുഷ്യനെ കൽപ്പിക്കാൻ പറ്റും. ചില ആത്മീയ കാര്യങ്ങളെല്ലാം കൊണ്ട് പറഞ്ഞ് വെള്ളയെല്ലാം ഇട്ട് വന്ന് ആത്മീയ കാര്യങ്ങളെല്ലാം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോക മനുഷ്യനെ എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് കബളിപ്പിക്കാൻ പറ്റും.
പക്ഷെ ആരെ കബളിപ്പിക്കാൻ പറ്റുന്നില്ല? ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റുന്നില്ല. ദൈവം ഹൃദയം ശോധന ചെയ്യുന്നവനാണ്. ഹൃദയത്തെ മനസ്സിലാക്കുന്ന ദൈവം, ഹൃദയത്തിന് വില കൊടുക്കുന്ന ദൈവം. ആ ഹൃദയത്തിന് വില കൊടുക്കുന്ന ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കളിപ്പിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. കർത്താവ് പറയുക, തന്നെ തന്നെ താഴ്ത്തി അല്ലെങ്കിൽ നീ ഉയർന്നെന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നീ ശുശ്രൂഷകനാവണം, മറ്റുള്ളവരെ സഹായിക്കുന്നവനാവണം. അവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അടുത്തത് മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയും. ഇന്ന് സ്തോത്രം ഹല്ലേലൂയ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല, സഭകളെ കുറിച്ച് സ്നേഹമില്ല. ഈ വ്യക്തികളെ നിന്ന് പരസ്യവും ചെയ്യുന്നു. എന്നിട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിക്കപ്പെട്ട ചാനപ്പെട്ടവന് മാത്രമേ നിത്യത കിട്ടത്തുള്ളൂ, മദ്യപാനിയെ നീ വാ, ഇതെല്ലാം പറഞ്ഞിട്ട് എന്തുവാ ചെയ്യുന്നത്? തിരിച്ചു വന്നിട്ട് ഇതിനപ്പുറത്തെ പാവമാണ് ചെയ്യുന്നത്. അവനോട് ആരെങ്കിലും രൂപാന്തരപ്പെട്ട് വരുമോ? മാനസാന്തരപ്പെട്ട് വരുമോ? അയലത്ത് ഒരു ദൈവത്തെ അറിയുന്ന ഒരു ദൈവപൈതലുണ്ടെങ്കിൽ സ്തോത്രം അതിന്റെ ഇപ്പുറത്ത് ദൈവത്തെ അറിയാത്ത ഒരുത്തന്റെ സാക്ഷ്യമാണ് ഇപ്പുറത്ത് താമസിക്കുന്നത്. എവിടെ പോയാലും പറയും, ഇല്ലയോ ഞങ്ങളും കുറെ ബന്ധുക്കോസുകാരെ കാണുന്നുണ്ട്. ഇങ്ങനെയല്ലേ പറയുന്നേ? ഒരു ജീവിതവും ഇല്ലാത്ത കുറെ ബന്ധുക്കോസുകാർ. എന്നിട്ട് എങ്ങനെ ഞങ്ങൾ സഭയിലോട്ട് വരുന്നേ? സഭയെ വിളിച്ചാൽ ചോദിക്കുന്നത്. സ്തോത്രം. അവർ യേശുവിനെ ഒന്നുമല്ല നോക്കുന്നത്. ആരെ നോക്കുന്നത്? യേശുവിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ദൈവമക്കളെ അവർ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു സാക്ഷ്യം വേണം. നമുക്ക് മുഖസ്തുതിയല്ല വേണ്ടത്, ഒരു സാക്ഷ്യമാണ് വേണ്ടത്. ആരുമായിട്ടുള്ള എഗ്രിമെന്റിൽ? യേശുമായിട്ടുള്ള എഗ്രിമെന്റിൽ. ആർക്ക് സാക്ഷ്യം ഉണ്ടാവണം? നമ്മളെ പോക്കിലെ വരവിലെ സംസാരത്തിനകത്ത് എല്ലാം എന്ത് ചെയ്യണം? ഒരു സാക്ഷ്യം വേണം. സാക്ഷ്യം വേണം. ഞാൻ കർത്താവിനെ ഞാൻ അറിയുന്നത് മുമ്പേ, കർത്താവിനെ രുചിച്ചറിയുന്ന മുമ്പേ എന്റെ വായിൽ എപ്പോഴും പോസ്റ്റ് വരുവാൻ, ഓരോ സംസാരത്തിനകത്ത് ഓരോ പോസ്റ്റ് വരുവാൻ. ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ക്രിസ്തുവിനെ ഞാൻ ഭയപ്പെടാൻ തുടങ്ങിയപ്പോൾ, ക്രിസ്തുവിനെ ഞാൻ എന്റെ പിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ സംസാരത്തിനകത്ത് അത് പോയി. ഞാൻ പോലും അറിഞ്ഞില്ല അത് പോയത്. അത് കഴിയുമ്പോൾ എന്റെ സുഹൃത്തുക്കളെ മധ്യയിൽ ഞാൻ ചില സമയത്ത് ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അവര് എന്ന് പറയും, നീ ഒന്നും ചീത്ത വിളിക്കാറില്ലല്ലോ, എന്താ കാര്യം? നീ ആള് മാറിയതാ. സ്തോത്രം. ഞാൻ പറഞ്ഞ എന്നെ ആള് മാറ്റിയ ഒരാളുണ്ട്. ആരാ? എന്റെ ഉള്ളത്തിനകത്ത് യേശു വസിക്കുന്നു. ഞാൻ ആള് മാറി. സ്തോത്രം. പലർക്കും എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ കഴിഞ്ഞ നാൾ കണ്ട വ്യക്തിയല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോഴും ചിലവർ പറയാറുണ്ട്, ഇത്രയും വർഷം പിടിച്ചിരുന്നല്ലോ, ഇത്രയും വർഷം ഇങ്ങനെ വന്നല്ലോ, പഴയ കാര്യം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഞാൻ പഴയത് ഞാൻ മറന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആര് മറക്കി? എന്റെ ദൈവം പഴയതെല്ലാം മായ്ച്ചു കളഞ്ഞു, എന്നെ പുതുതാക്കി. സ്തോത്രം. ഞങ്ങളെ കൂട്ടുകാരെല്ലാം കൂടുമ്പോൾ എപ്പോഴും നിന്നെ പറ്റി പറയാറുണ്ട്. സാക്ഷ്യമാ പറയുന്നത്, തെറ്റല്ല പറയുന്നത്. സാക്ഷ്യം. എന്തൊരു മാറ്റം മാറിയത്. അതേപോലെ മാറണം. ആരെ? ക്രിസ്തുവിനെ അറിയുന്ന ഓരോ ദൈവപൈതലും അവൻ പഴയതെല്ലാം മാറണം. അവൻ പുത്തൻ അനുഭവത്തിലേക്ക് വരണം. എങ്കിലും അവൻ ദൈവത്തിന്റെ പൈതലാവത്തുള്ളൂ. സ്തോത്രം. അത്യാഗ്രഹം വെച്ചുകൊണ്ട് ദൈവപൈതലാവാൻ പറ്റത്തില്ല. കുശുമ്പ് വെച്ചുകൊണ്ട് ദൈവപൈതലാവാൻ പറ്റത്തില്ല. ഒരുവനെ തകർത്തുകൊണ്ട് ദൈവപൈതലാവാൻ പറ്റത്തില്ല. ദൈവപൈതലാവണമെങ്കിൽ എന്ത് ചെയ്യണം? പൂർണ്ണമായി അവൻ മാറണം. ദൈവത്താൽ മാറണം. ഇന്ന് പകരം നമ്മൾ പാടിയ പാട്ട് പോലെ കണ്ട യേശുവിനെ പോലാവണം. യേശുവിന്റെ വാക്കിനെ കേൾക്കണം, അനുസരിക്കണം. അവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. കർത്താവ് പറയുക, സ്തോത്രം, നിങ്ങളെ അവരെ നോക്കിയിട്ട് പറയുക, എന്തുകൊണ്ടാ കപടഭക്തിക്കാരെ നിങ്ങൾ ദൈവജനത്തിന്റെ സ്വർഗത്തെ അടയ്ക്കുക. ഇന്ന് പ്രസംഗിക്കുന്ന ഭൂരിപക്ഷവും സഭകളെല്ലാം എന്തിനെ ചെയ്തുകൊണ്ടിരിക്കുക? സ്വർഗത്തെ ഉയർത്തുകയല്ല ചെയ്യുന്നത്, സ്വർഗത്തെ അടച്ചുകൊണ്ടിരിക്കുക. ബന്ധുക്കോസുകാരന്മാരൊരു കൂട്ടം ചേർന്നിട്ട് പോയേക്കുക MLA മന്ത്രിയാവണമെന്ന്. അവിടെ ആരാ ദുഷിക്കപ്പെടുന്നത്? യഥാർത്ഥമായ ദൈവവചനത്തിന് പ്രകാരം ബന്ധുക്കോസായിട്ട് ജീവിക്കുന്ന ദൈവമക്കളാ ദുഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് പകരം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, യേശുവിനെ യഥാർത്ഥമായി രുചിച്ചറിഞ്ഞ്, യേശു എന്റെ നേതാവെന്ന് രുചിച്ചറിഞ്ഞവൻ, യേശു എന്റെ നായകൻ രുചിച്ചറിഞ്ഞവൻ, യേശു എന്റെ ഗുരുവെന്ന് രുചിച്ചറിഞ്ഞവൻ, യേശു എന്റെ പിതാവെന്ന് രുചിച്ചറിഞ്ഞ ഒരുത്തൻ പോത്തില്ല ലോകത്തിന്റെ പിന്നാലെ. സ്ഥാനമാനത്തിന് പോത്തില്ല. ഞങ്ങൾ ആളിനെ സ്ഥാനമാനമാക്കാൻ പറയത്തില്ല. കാര്യം എന്തുവാ? അവൻ യേശുവിനെ രുചിച്ചറിയാത്തത് കൊണ്ടാണ്, ലോകമായിട്ടുള്ള ബന്ധം ഉള്ളത് കൊണ്ടാണ് നീ പോകുന്നത് എന്ന് പറഞ്ഞ് നീ എല്ലാം പോകുന്ന പറഞ്ഞ് ജീവിക്കുന്നവരുടെ പേര് അതാവത്തില്ല. സ്തോത്രം. നമ്മൾ ആരെ നോക്കിയാ ഓടുന്നത്? നിന്നെ എല്ലാം നോക്കിയല്ല ഓടുന്നത്. നിന്റെ എല്ലാം വാർത്ത കണ്ടുകൊണ്ടല്ല ഓടുന്നത്. ഞങ്ങൾ ആരെ നോക്കിയാ ഓടുന്നത്? ക്രിസ്തുവിനെ കണ്ടാ ഓടുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ദൈവമക്കളെ, ഇങ്ങനെല്ലാം പ്രസംഗിക്കുമ്പോഴും സ്തോത്രം, ഇങ്ങനെയല്ല നമ്മളൊക്കെ ഇന്ന ആള് വേണം ഇതെല്ലാം പ്രസംഗിക്കുമ്പോഴും
അവിടെ ഇരിക്കുന്ന ഇതൊന്നും താല്പര്യമില്ലാത്തവരൊന്ന് നിന്നിച്ചു പോട്ട് ഉമ്മാരുടെ പ്രസംഗം അതോട് നിൽക്കും. ഉമ്മാര് പിന്നെ ഈ പരിപാടിക്ക് ഇരിക്കുന്നത്. അപ്പൊ ഇരിക്കുന്നവരും എന്തുണ്ട്, ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലയോ? ശപിക്കപ്പെട്ടവനാ ഈ പ്രസംഗിക്കുന്നവന്, ശപിക്കപ്പെട്ടവനാ. കർത്താവിന്റെ നാമത്തെ മറന്ന് സംസാരിക്കുന്നവന് ശപിക്കപ്പെട്ടവനാ. ക്രിസ്തുവിന് പകരം മറ്റുള്ളവരെ ഉയർത്തുന്നവനല്ല ശപിക്കപ്പെട്ടവനാ. ഈ കേൾക്കുന്നവനെ ശപിക്കപ്പെട്ടവനാ. കാര്യം എന്തുവാ? കേൾക്കുന്നവന് മാറ്റമില്ല. കേൾക്കണമെന്നുണ്ടെങ്കിൽ എതിർക്കണമല്ലോ. അവൻ എതിർക്കാതെ കാത്തിരിക്കുന്നെങ്കിൽ എന്റെ അർത്ഥം എന്തുവാ? അവന് ശപിക്കപ്പെട്ടവനാ. അവന് ഇതിനോട് താല്പര്യമുണ്ട്. സ്തോത്രം പറയുക. സ്വർഗരാജ്യം എന്ത് ചെയ്യുക? നീ എല്ലാം എന്ത് ചെയ്യുക? അടയ്ക്കുക ചെയ്യുന്ന ഒരു മനുഷ്യന് തുറക്കുക ചെയ്യണം. തുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിനെ പ്രസംഗിക്കുക മാത്രമല്ല, ജീവിക്കുകയും വേണം. ജീവിതത്തിനകത്ത് ജീവിച്ച് കാണിക്കണം. ജീവിച്ച് കാണിക്കുമ്പോഴാ സ്വർഗരാജ്യം എന്ത് ചെയ്യുന്നത്? തുറക്കപ്പെടുന്നത്. ഒരുവനാകില്ല അകത്തോട്ട് കയറാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രസംഗിച്ചാൽ മാത്രമേ ഉള്ളെങ്കിൽ എന്ത് ചെയ്യും? സ്വർഗരാജ്യം അവരുടെ ഫ്രണ്ടിൽ എന്ത് ചെയ്യും? അടയ്ക്കപ്പെടും. അടുത്തത് നിങ്ങൾ കടക്കുന്നില്ല. കടക്കാൻ ആഗ്രഹിക്കുന്നവരെ പോലും എന്ത് ചെയ്യുന്നില്ല? കടക്കാൻ സമ്മതിക്കുന്നില്ല. സ്തോത്രം. ഇന്നത്തെ ഭൂരിപക്ഷ സഭയുടെ കാഴ്ചപ്പാടുക അവനോ കടക്കുന്നില്ല, കടക്കാൻ പോകുന്നവരെ എന്ത് ചെയ്യുക? അടയ്ക്കുക. സ്തോത്രം. ഇത്രയൊന്നും വേണ്ട സഹോദരൻ, ഇത്രയൊന്നും വേണ്ട. ആ കുഴപ്പമില്ല, നിങ്ങൾ അതെല്ലാം ചെയ്യുന്ന കുഴപ്പമില്ല. അയ്യോ പാസ്റ്റർ, ഞാൻ ഇന്നെടുത്ത് പോകുന്നത് ശരിയാണ്, ഇന്ന കാര്യം. നമ്മളെ വരുമാന മാർഗമില്ല, കുഴപ്പമില്ല, അവിടെ എല്ലാം പോയിട്ട് വന്നു, കുഴപ്പമൊന്നുമില്ല. കർത്താവിന്റെ സന്നിധിയിൽ എക്സ്ക്യൂസ് ഇല്ല. ഒന്നിൽ ഊവ് അല്ലെങ്കിൽ ഇല്ല, രണ്ട് വാക്കേ ഉള്ളൂ കർത്താവിന്റെ അടുത്ത്. അല്ലാതെ അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയൊന്നും കർത്താവിന്റെ അടുത്തില്ല. ഇത് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു കൊടുക്കുക. എന്തുവാ? പല ദൈവമക്കളുടെ സ്വർഗം അടച്ചുകൊണ്ടിരിക്കുക, സ്വർഗത്തിലേക്കുള്ള വാതിൽ അടച്ചുകൊണ്ടിരിക്കുക. പാപബോധം കൊടുക്കാതെ പാപത്തെ വീണ്ടും പാപത്തിലേക്ക് തള്ളിയിടുക. എന്നിട്ട് ദൈവത്തിനെ പറയുക, നിങ്ങളും പോകുന്നില്ല, പോവാൻ ആഗ്രഹിക്കുന്നവരെ കൂട്ട് വിടുന്നില്ല. ഇന്നത്തെ പലയിടത്തും ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രിയ മക്കളെ, ഇതിന്റെ പിന്നാലെ പോവല്ലേ? ഇത് കേൾക്കുന്ന ഉപദേശത്തിന്റെ പിന്നാലെ നീ പോവല്ലേ? ദുരുപദേശമാ. നിനക്ക് പോകേണ്ടത് സ്വർഗത്തെ നോക്കി ഓടിക്കണം, യേശുവിനെ നോക്കി ഓടിക്കണം. യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിന്റെ വേണ്ടി തുറക്കത്തുള്ളൂ, ഭൂമി നീ അനുഗ്രഹപ്പെടത്തുള്ളൂ. സ്തോത്രമായിട്ട് അതുകൊണ്ടാ യോഹന്നാൻ സ്ഥാപകൻ 3-ാം അധ്യായത്തിനകത്ത് ഇവരെ എന്ത് വിളിച്ചത്? സർപ്പസന്തതി എന്ന് വിളിച്ചത്. ചുമ്മാ ഒന്നുമല്ല വിളിച്ചത്. ഉമ്മാരുടെ സ്വഭാവമില്ല, ഉമ്മാരുടെ സ്വഭാവമില്ല. സ്വർഗത്തിന്റെ വഴി അടയ്ക്കുന്നവന്മാർ. സ്വർഗത്തിന്റെ കാര്യം അവന്മാര് പ്രസംഗിക്കുന്നത്, സ്വർഗീയ കാര്യത്തിന് വേണ്ടി അവന്മാര് നിൽക്കുന്നത്. പക്ഷെ ഉമ്മാരുടെ പരിപാടി എന്തുവാ? സ്വർഗരാജ്യം അടയ്ക്കുന്ന പരിപാടി. യുവമാരെ ആർക്ക് വേണ്ട? കർത്താവിന് വേണ്ട. കർത്താവിന് വേണ്ടവരെയാണ് ആമികാലത്തിൽ ദൈവത്തിന് ആവശ്യമുള്ളത്. ലോകത്തിൽ അവരാണ് ദൈവത്തിന്റെ സാക്ഷികൾ. സ്തോത്രം. അടുത്തത് അവരൻ ഭയങ്കര പ്രാർത്ഥനക്കാരാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു, പ്രാർത്ഥനയുള്ള അമ്മാമ്മയാണ്, പ്രാർത്ഥനയുള്ള അച്ഛനാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തിക്കാനുഭവം ഉണ്ടായിട്ടുള്ളൂ. പ്രാർത്ഥന ഗ്രൂപ്പുകൾക്കെല്ലാം തിക്കാവുന്നേ ഉണ്ടായിട്ടുള്ളൂ. സ്തോത്രമാലിയ പ്രാർത്ഥനക്കാരാവൂ. ഭയങ്കര പ്രാർത്ഥനയുള്ള ആളാണ്. സ്തോത്രം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കുഞ്ഞുകളിക്കാനുള്ളതാണ്. ഇവരുടെ പരിപാടി എന്തുവാ? അങ്ങോട്ട് ചെന്നിട്ട് ഇവര് മാതം അഴിച്ചിടാൻ വിളിക്കാൻ പ്രാർത്ഥിച്ച് കാണിക്കും. പക്ഷെ ആ പ്രാർത്ഥന ആർക്ക് വേണ്ട? ഈ ദീർഘമായ സൗണ്ടിൽ ഭയങ്കര ഉച്ച മാറ്റി എല്ലാം അടിച്ച് പൊളിച്ച് കാണിക്കുന്നവരൊന്നും ആർക്ക് വേണ്ട? കർത്താവിന് വേണ്ട. ചില ജനത്തിന്റെ ഫ്രണ്ടിൽ ഒരു കയ്യടി കിട്ടും, പക്ഷെ ആർക്ക് വേണ്ട? യഥാർത്ഥ ഭക്തൻ ഇതൊന്നും കാണിക്കുന്നില്ല. അവൻ രഹസ്യത്തിൽ അറയിൽ കടന്ന് അവൻ ദൈവത്തോട് അവന്റെ ഹൃദയം തുറന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥന. അവിടെ ചിലപ്പോൾ ശബ്ദം വരും, ശബ്ദം കുറയും, ചിലപ്പോൾ കൂടും, പല രീതിയാണ്. സ്തോത്രം. ഇവരെന്ന് പറഞ്ഞ ഒരു രീതിയാണ്, ഒറ്റ പിച്ച ഇവർക്കുള്ളത്. ഇവർക്ക് മൊത്തം ആൾക്കാരെ കാണിക്കണം. ആ പിച്ചയുള്ളൂ. ഇവരുടെ മുഖസ്തുതി മതി, ഒറ്റ പിച്ചിലാ പോലെ. മറ്റേ അങ്ങനെയല്ല, പല പിച്ചിലാ പോലെ. ആ ദൈവസ്ഥാനത്തിൽ ഇറങ്ങുന്ന അനുസരിച്ചുള്ള രീതിയാണ് അഴിക്കും അവർ പോകുന്നത്. ചിലപ്പോൾ അവർ കരച്ചിൽ മാത്രമായിരിക്കും, ചിലപ്പോൾ അവർ മൗനമായിട്ടിരിക്കും, ചിലപ്പോൾ അവർ എഴുന്നേറ്റ് സ്തുതിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഹൃദയത്തെ ഏൽപ്പിക്കുന്ന അനുസരിച്ച് അവർ ബലപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് ഒറ്റ പിച്ചിലാ പോലെ. സ്തോത്രം. അടുത്തത് പോക്കുമരവെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സൂക്ഷിക്കണം. എപ്പോ ചോദിച്ചാലും സൂക്ഷിക്കത്തിൽ പോവാ, അവിടെ പോവാ, ഇവിടെ പോവാ. പരിപാടി മൊത്തം എന്തുവാ? കടലും കരയും എല്ലാം കടന്നാൽ ഓട്ടമാ.
ഓട്ടമാ. എന്തുവാ? പോക്കറ്റ് നിറയ്ക്കാനുള്ള ഓട്ടമാണ്. പോക്കറ്റ് നിറപ്പേ ഉള്ളൂ. മക്കളെ അങ്ങ് ലണ്ടനിലും കാനഡയിലും UK വിടിയിലേ ഉള്ളൂ, അയർലൻഡിൽ വിടിയിലേ ഉള്ളൂ. പക്ഷെ ഇവന്മാർക്ക് ആരുമായിട്ട് ബന്ധമില്ല. ഈ ദൈവജനമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവന്മാരും പോകത്തില്ല. അതുകൊണ്ട് അവന്മാരെ കൂളായിട്ട് പറയുന്നത് നമുക്ക് നിത്യതയെ വെച്ച് കാണാം. അമ്മാമയെ അച്ഛാനെ നമുക്ക് നിത്യതയെ വെച്ച് കാണാം. കാര്യം എന്തുവാ? ഞാനും പോകത്തില്ല, നരകത്തിൽ കാണും. അപ്പോഴും അച്ഛനും അമ്മാമയും എന്റെ കൂടെ കാണുമല്ലോ നിത്യതയെന്നൊക്കെ പറഞ്ഞാൽ സ്തോത്രം. നിത്യത എന്നല്ല പറഞ്ഞാൽ ഇവരെല്ലാം കുഞ്ഞുകളിയാണ്. ഇവരെല്ലാം മുട്ടായി മേടിക്കാൻ പോകുന്നവരാണ് നിത്യത. ലുലുമാലി പോകുന്ന പോലെ നിത്യത പറഞ്ഞേക്കുന്നത്. സ്തോത്രം. നിത്യത എന്തുവെന്ന് തിരിച്ചറിയാതെ ബൈബിൾ അറിയുന്ന നിത്യത അറിയുന്നവൻ ഒരിക്കലും ദൈവത്തിന്റെ വചനം വിട്ടു പോകത്തില്ല. നിത്യത അറിയാത്തത് കൊണ്ടാണ് ദൈവവചന പ്രകാരം നീ പോകുന്നത്. നീ എത്ര ഡോക്ടറേറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ നിത്യത അറിഞ്ഞിട്ടില്ല. അറിയാമെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ മാറത്തില്ലായിരുന്നു. നീ പറഞ്ഞേനെ, പാപത്തിനെതിരെ നിന്നേനെ, നീ പാപത്തിന് അനുകൂലമായി നിൽക്കുന്നതിന്റെ കാര്യം നിനക്ക് നിത്യത എന്തെന്ന് അറിയാത്തത് കൊണ്ടാണ്. നിത്യത അറിയുന്നതുകൊണ്ടാണ്. നിത്യത അറിയുന്നതുകൊണ്ടാണ് നമ്മൾ പരിഹാസം അനുഭവിക്കുന്നത്, നിന്ന് അനുഭവിക്കുന്നത്. സ്തോത്രമാല ഞാനൂലായിട്ടൊരുത്തം വന്ന് ഉടുപ്പിന് പിടിച്ചാൽ പോലും നിന്ന് കൊടുക്കുന്നതിന്റെ കാര്യം നിത്യത അറിയുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്നെടുത്ത് കേട്ടെന്ന് കൊടുത്തിട്ട് തിരിച്ചു പോയത്. സ്തോത്രം. കാര്യം നിത്യത അറിയാം. നിത്യത എന്ന് പറഞ്ഞാൽ കുഞ്ഞുകളിക്കാനുള്ളതല്ല. നിത്യതയ്ക്ക് നമ്മൾ അത്ര വില കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. പലരെ പരിഹാസങ്ങളും നിന്ദകളും അപമാനങ്ങളും തന്നിട്ടല്ല നമ്മൾ വീണു പോകത്തിന്റെ കാര്യം എന്തുവാ? നിത്യതയ്ക്ക് നമ്മൾ അത്ര വില കൊടുക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന് എത്ര കാലം വില കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് ചിലവർ സംസാരിക്കുമ്പോൾ തിരിച്ചു സംസാരിക്കാനുണ്ട്. പിടിച്ചു നിർത്തുന്ന കാര്യം നിത്യതയുള്ളതുകൊണ്ട്, സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, തിരിച്ചടിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, നിത്യത നഷ്ടപ്പെടുമെന്ന് ഓർത്തുകൊണ്ടാണ്. നിത്യതയ്ക്ക് അത്ര വിലയുണ്ട്. സ്തോത്രം. അത് നിത്യത മനസ്സിലാക്കണം. പറയുക എന്തുവാ? കടലും കാരം എല്ലാം ചാടിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങളും പോകുന്നില്ല, മറ്റുള്ളവനാണോ സ്വർഗവും എന്ത് ചെയ്യുക? അടച്ചു കൊടുക്കുക. അടുത്ത വാക്യം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം, എഴുന്നേക്കാം. സ്തോത്രം. മതി. സ്തോത്രം. ഹല്ലേലൂയ. ചേർന്ന ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അവനെ തകർത്ത് കളയുക. അവന്റെ ആത്മീയോട് തകർത്ത് കളയുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത വെയിറ്റ് ചെയ്യേ. രക്ഷിക്കപ്പെട്ടിട്ട് പാപം ചെയ്താൽ ഡബിളാണ്. രക്ഷിക്കപ്പെടാതെ ചെയ്താൽ സിംഗിളാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവരെ രക്ഷിക്കപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ജീവിക്കണം. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് സ്നാനപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, യേശുവിന്റെ മണവാട്ടി, യേശുവിന് വേണ്ടി ജീവിക്കണം. മണവാളം പറയുന്നതിന് മാത്രമേ പ്രാധാന്യമുള്ളൂ ജീവിതത്തിനകത്ത്. മണവാളം പറയാത്ത ഒരു കാര്യത്തിനും എന്തില്ല? ഒരു മണവാട്ടിക്ക് പ്രാധാന്യമില്ല. സ്വന്തം രക്ഷിക്കപ്പെടുന്ന മുമ്പാണെങ്കിൽ അവന് പറയാൻ പല കാര്യങ്ങളും ഉണ്ട്, അവന് പല അവസരങ്ങളും ഉണ്ട്, അവന് പല കാര്യങ്ങളും എക്സ്ക്യൂസ് പറയാനുണ്ട്. പക്ഷെ മണവാട്ടി ആയി കഴിഞ്ഞാൽ പിന്നെ എക്സ്ക്യൂസ് ഇല്ല. കാര്യം എന്തോ? മണവാളം പറയുന്നത് കേൾക്കാനാണ് മണവാട്ടിയെ വിളിച്ചിരിക്കുന്നത്. ഇല്ലയോ? സ്തോത്രം. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേക്കാം. ദൈവസഭയെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. അന്ന് പകൽ പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥന എന്ന് പറയുന്നത് കുഞ്ഞുകളിയല്ല. എന്റെ വായിൽ നിന്ന് വരുന്ന വിലയേറിയ മുത്ത് എന്ന് പറയുന്ന തിരുവചനം, ദൈവത്തിന്റെ അധികാരത്തിന്റെ വചനം, അത് നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെലവഴിക്കാനുള്ളതല്ല, ഇഷ്ടമുള്ളിടത്ത് കളയുവാനുള്ളതല്ല. അത് വിലപ്പെട്ടതാ. നീ അത് പന്നിക്കുട്ടത്തിലാണോ കൊണ്ട് കളയേണ്ടത്? അത് വിലപ്പെട്ടെടുത്ത് കൊണ്ട് കളയുവാനുള്ളതാ. വിലപ്പെട്ടത് ഏറ്റെടുക്കേണ്ടവരെടുത്ത് പറയാനുള്ളതാ. അല്ലാതെ സ്തോത്രമായി ഏറ്റെടുക്കാത്ത അവകാല ദൈവത്തെ ദുഷിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല തിരുവചനം. പ്രാർത്ഥന എന്ന് പറയുന്നത് വിലയുള്ളതാ. ആർക്ക്, എങ്ങനെ, എന്തിനു പ്രാർത്ഥിക്കണം? അത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുന്നവരെ മാത്രമേ ആർക്ക് മതി? സ്വർഗത്തിലെ ദൈവത്തിന് മതി. ചുമ്മാതെ കയറി അങ്ങ് പ്രാർത്ഥിക്കാൻ പോകല്ലേ. പ്രാർത്ഥന എന്നെല്ലാം പറയുന്ന ഇച്ചിരി വിലയുള്ള സാധനമാണ്. വില എന്തെന്ന് പ്രാർത്ഥന അനുഭവിക്കുന്നവന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാവൂ? പ്രാർത്ഥിക്കാവൂ. തിരിച്ചറിഞ്ഞാൽ മാത്രമേ പ്രാർത്ഥിക്കൂ. തിരിച്ചറിയാത്തവരെ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു രോഗിയായിട്ട് പോയി. സ്തോത്രം. ഞാൻ ചോദിച്ചു, അവിടെ ഞാൻ അച്ഛനോട് ചോദിച്ചാൽ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ അവർ കണ്ടിട്ടുള്ള എന്തുവാ? രോഗിയെടുത്ത് വന്നാൽ പാർശ്വത്ത് പോകണം, അത് പാർശ്വത്തെ ജോലിയാണ്. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, പ്രാർത്ഥിച്ചോട്ടെ അച്ഛൻ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ. സ്തോത്രം. പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞു, കർത്താവ് തന്നൊരു ദൂത. ഞാൻ സുന്നോട് പറഞ്ഞു 24 മണിക്കൂർ പോകത്തില്ല, അതിന് മുമ്പേ പോയി. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പം പറഞ്ഞു 24 മണിക്കൂർ എടുത്തില്ല, അതിന് മുമ്പേ പോയി. സ്തോത്രം. അത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സ്തോത്രം. പ്രാർത്ഥിച്ചു. സ്തോത്രം. പ്രാർത്ഥിച്ചു. അപ്പൊ ഓർത്തോണം, പ്രാർത്ഥന കുഞ്ഞുങ്ങളിക്കുള്ളതല്ല. സ്തോത്രം. അത് രോഗിയായി അവർ വേദന അനുഭവിക്കുന്ന അനുഭവം പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ ചോദിച്ചു, അനുവാദത്തോട് പ്രാർത്ഥിച്ചു. അവരും അതേ രീതിയിൽ ആ പ്രാർത്ഥന പറഞ്ഞ ആളും അവരുടെ കുടുംബം അതേ രീതിയിൽ പ്രാർത്ഥനയ്ക്ക് നിന്നു. സ്തോത്രം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ സുന്നോട് പറഞ്ഞു, പറഞ്ഞില്ല, കുറച്ചുകൂടെ അല്ല, അവർ ഇല്ല, 24 മണിക്കൂർ ആയില്ല, അതിനുമ്പ് എന്ത് ചെയ്യും? പോയി. പ്രൈസ്. അതുപോലെ തന്നെ
ചില നിയമമാ ആ ഒരു വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാൻ ദൈവനിയമം ഉണ്ടെങ്കിലേ പ്രാർത്ഥിക്കും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളിക്കാവുന്നതല്ല. പ്രാർത്ഥന ചില വെളിപ്പെടുത്തി തരുന്നതാ പ്രാർത്ഥന, ചില വെളിപ്പാട് തരുന്ന പ്രാർത്ഥന, ചില പ്രവചനം തരുന്ന പ്രാർത്ഥന, ചില അധികാരം തരുന്ന പ്രാർത്ഥന, ചില വിഷയത്തിനകത്ത് മറുപടി തരുന്ന പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്ന കണ്ണുനീരുമേൽ ആർപ്പോട് കൊയ്യുന്നതാ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ മഹത്വം തിരിച്ചറിഞ്ഞാൽ മാത്രമേ പ്രാർത്ഥന